ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താ എന്ന് വെച്ചാല്, ഇതില് മുഴുവൻ മതവിശ്വാസത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ദേശീയതയെക്കുറിച്ചാ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും അപ്പൊ പല ആളുകൾക്കും മതവിശ്വാസമുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. അഥവാ നമുക്ക് 6th സെമ്മില് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് പൂർണ്ണമായിട്ടും നമ്മൾ ആദ്യത്തെ 2 വ്യക്തികള്, ഒന്നാമത്തെ ആള് വി.ഡി. സവർക്കറാണ്. രണ്ടാമത്തെ ആള് മുഹമ്മദ് അലി ജിന്നയാണ്. അപ്പൊ ഇവര് 2 പേരും എതിർ ആശയക്കാരാണ്. എതിർ ആശയക്കാരെന്ന് വെച്ചാ, ഒരു വിഭാഗം ഹിന്ദു മതത്തിന് വേണ്ടിയിട്ടും, മറ്റൊരു വിഭാഗം ഇസ്ലാം മതത്തിന്റെ പേരിലും രാജ്യം രൂപീകരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ ആ ഒരു ക്ലാസ്സില് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോട് വെറുപ്പോ അല്ലെങ്കിൽ സ്നേഹമോ നമ്മൾ ഈ ഈ വിഷയം പഠിക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. പകരം നമ്മളിതിനെ അക്കാദമിക് ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണത്. അപ്പൊ നമ്മള് ഇന്ത്യ രാജ്യം നിലവിൽ ഇപ്പൊ സെക്യുലർ ആണ്. സെക്യുലർ രാജ്യമാണ്. സെക്യുലർ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്നറിയപ്പെടുന്നത്, സെക്യുലറിസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, സെക്യുലറിസം അതെ. മതേതരത്വം, അഥവാ ദർ ഇസ് നോ ഒഫീഷ്യൽ റിലീജിയൻ ഫോർ നാഷൻ. നമ്മുടെ രാജ്യത്തിന് ഒഫീഷ്യലായിട്ട് ഒരു മതമില്ല എന്നുള്ളതാണ് മതേതരത്വം എന്നുള്ളതിന്റെ ബേസ്. യഥാർത്ഥ മതേതരത്വത്തിന്റെ അർത്ഥം അതല്ല. യഥാർത്ഥ മതേതരത്വം നമ്മൾ കഴിഞ്ഞ ആൻഷ്യന്റ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ടൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. യഥാർത്ഥ മതേതരത്വം എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് വേറെ, റിലീജിയൻ വേറെ. അതാണ് യഥാർത്ഥ മതേതരത്വം. ദെൻ നോൺ ഇന്റർഫിയറൻസ് ഓഫ് റിലീജിയൻ ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സിൽ എന്ത് ചെയ്യാതിരിക്കുക, മതം ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ നാട്ടില് മതേതരത്വം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങൾക്കും തുല്യമായ റെസ്പെക്ട് കൊടുക്കുക. ആൻഡ് ദർ ഇസ് നോ ഒഫീഷ്യൽ റിലീജിയൻ ഫോർ നാഷൻ. നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. വി അക്സെപ്റ്റിംഗ് ഓൾ റിലീജിയൻ, നമ്മളെല്ലാ മതവിശ്വാസങ്ങളെയും എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുന്നു. വി ആർ റെസ്പെക്റ്റിംഗ് ഓൾ റിലീജിയൻ, എല്ലാ മതവിശ്വാസികളെയും ബഹുമാനിക്കുന്നു. ദർ ഇസ് നോ സുപ്പീരിയർ ഓർ ഇൻഫീരിയർ കോംപ്ലക്സ് ബിറ്റ്വീൻ റിലീജിയൻസ്. മതങ്ങൾക്കിടയിൽ എന്തില്ല, ഒരു വിഭാഗം ഉയർന്നതെന്നോ ഒരു വിഭാഗം താഴ്ന്നതെന്നോ, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ അംഗസംഖ്യ കൂടിയത് കൊണ്ട് അതാണ് മതമെന്നോ, അല്ലെങ്കിൽ അംഗസംഖ്യ കുറഞ്ഞത് കൊണ്ട് അത് ഒഫീഷ്യലി ഒരു മതമല്ല എന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. പകരം ഇന്ത്യ ഇനി ഒരാൾ മാത്രം വിശ്വസിക്കുന്ന മതമാണെങ്കിലും, ഇനി കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന മതമാണെങ്കിലും ഈക്വൽ റെസ്പെക്ട് കൊടുക്കും എന്നുള്ളതാണ് ഇന്ത്യയിലെ സെക്യുലറിസം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് 2 ഓപ്പോസിറ്റ് ആശയങ്ങളാണ്. ഒന്ന് ഇസ്ലാമിക ആശയവും രണ്ടാമത്തത് ഹിന്ദുത്വ ആശയവും. അത് വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ആളുണ്ട്. മൂന്നാമത്തെ ആള് ആ, രവീന്ദ്രനാഥ് ടാഗോറാണ്. ടാഗോറിന്റെ ആശയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹം ഈ 2 രീതിയിലും നാഷണാലിസം വരുന്നതിനെ എതിർത്തിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റും? നിങ്ങളെ എക്സാമിന് വരുന്ന സമയത്തും ഈ ചാപ്റ്റർ 5 മിനിറ്റിൽ പഠിക്കാൻ പറ്റും. ഈ ചാപ്റ്റർ ഏറ്റവും സിമ്പിൾ ചാപ്റ്ററാണ്. എന്നാലോ നമുക്ക് ആ ഒരു യഥാർത്ഥ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ചാപ്റ്ററാണ്. അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി പറയാണ് ട്ടോ. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇസ്ലാമിക് ആശയവും പിന്നെ ഇതിനെക്കുറിച്ച് എന്താണ് സാറ്? ഹിന്ദുത്വ ആശയം. വേറെ സംശയങ്ങളുണ്ടോ? ഞാനിത് പഠിക്കാനുള്ള ഒരു എളുപ്പവഴി പറയാണ്. ജസ്റ്റ് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എപ്പഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മൊത്തം എക്സാമിന് എഴുതാൻ പറ്റും. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ആകെ ഞാൻ 3 പോയിന്റ് പറയും. ആ 3 പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ആ 3 പോയിന്റ് പറയട്ടെ. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ ഇതുവരെ പറഞ്ഞതില്? ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഒന്നാമത്തെ ആളത് നമുക്ക് പഠിക്കാനുള്ളത് വി.ഡി. സാവർക്കറാണ്. അപ്പോൾ നിങ്ങൾ ഇനി എവിടെ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിലില്ലേ, വി.ഡി. സാവർക്കർ എന്നുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ പോയിന്റ് ഓർത്താൽ മതി. ഒറ്റ പോയിന്റ് എന്ന് വെച്ചാൽ, ഇന്ത്യ ഹൈന്ദവ രാജ്യമാണ്. ഇന്ത്യ ഹൈന്ദവ രാജ്യമാണ്. ഇന്ത്യയിലെ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കണം, അഥവാ ഹൈന്ദവതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യമാക്കണം. അതാണ് അദ്ദേഹത്തിന്റെ ആശയം. വി.ഡി. സവർക്കർ ഒന്നാമത്തെ, ഇന്ത്യ ഹിന്ദു രാജ്യമാണ്.
ഇന്ത്യയുടെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഹൈന്ദവ രാജ്യമാക്കി മാറ്റണം. അതാണ് ഒന്നാമത്തെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. വി.ഡി. സവർക്കർ. ഇത്ര പോയിന്റ് പഠിച്ചാൽ മതി വി.ഡി. സവർക്കറിൻ്റെത്. അതിലൂടെ നമുക്ക് ബാക്കി എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും പോയിന്റിലൂടെ നമുക്ക് ബാക്കി എല്ലാം എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ആ 3 പോയിന്റ് പറഞ്ഞല്ലോ. ഒന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടിയും പറയും. ഓക്കെ. ഒന്നാമത്തേത് ഇന്ത്യ ഹൈന്ദവ രാജ്യമാണ്. ഒന്നാമത്തെ പോയിന്റ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മിച്ച് വെച്ചാൽ മതി. വി.ഡി. സവർക്കറുടേതാണ് കേട്ടോ. വി.ഡി. സവർക്കർ പോയിന്റ് ആയിട്ട് പറയാം, നോട്ട് ആയിട്ട്. ഒന്നാമത്തെ പോയിന്റ് വരുന്നത് ഇന്ത്യ ഹൈന്ദവ രാജ്യമാണ്. ഇന്ത്യ ഹൈന്ദവ രാജ്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യ ഹൈന്ദവ രാജ്യമാണെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരം കൾച്ചർ ഹൈന്ദവ സംസ്കാരമാണ്. ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരമാണ്. മൂന്നാമത്തെ പോയിന്റ്, അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഹിന്ദുത്വ അടിസ്ഥാനമാക്കിയുള്ള രാജ്യമാക്കണം, അല്ലെങ്കിൽ ഹൈന്ദവ രാജ്യമാക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ആളുണ്ടല്ലോ, രണ്ടാമത്തെ ആള് മുഹമ്മദ് അലി ജിന്ന. അയാളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതേപോലെ 3 പോയിന്റ് പഠിച്ചാൽ മതി. അതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഉത്തരവും കിട്ടും. ഓക്കെ. അപ്പൊ മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പോയിന്റാണ് പറയുന്നത്. ഓക്കെ. ഇന്ത്യയിൽ ഒരു വിഭാഗം ന്യൂനപക്ഷവും മറുവിഭാഗം ഭൂരിപക്ഷവുമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇന്ത്യയിൽ ഒരു വിഭാഗം, അഥവാ ഇന്ത്യയിൽ ഒരു വിഭാഗം ന്യൂനപക്ഷവും ഒരു വിഭാഗം ഭൂരിപക്ഷവുമാണ്. ഇന്ത്യയിൽ ഒരു വിഭാഗം ന്യൂനപക്ഷവും ഒരു വിഭാഗം ഭൂരിപക്ഷവുമാണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് പറയട്ടെ. അപ്പൊ ഇന്ത്യയിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ഒരു വിഭാഗം ന്യൂനപക്ഷവും ഒരു വിഭാഗം ഭൂരിപക്ഷവുമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഭൂരിപക്ഷ വിഭാഗത്തിനു കീഴിൽ ന്യൂനപക്ഷ വിഭാഗം സുരക്ഷിതരല്ല. ഭൂരിപക്ഷ വിഭാഗത്തിനു കീഴിൽ എങ്ങനെ നിർത്തി പറയാമോ ഒന്നുകൂടി? ഓക്കെ. ഭൂരിപക്ഷത്തിനു ഇന്ത്യയിൽ ഭൂരിപക്ഷ വിഭാഗത്തിനുള്ളിൽ ന്യൂനപക്ഷ വിഭാഗം സുരക്ഷിതരല്ല. വിഭാഗത്തിനുള്ളിൽ ന്യൂനപക്ഷ വിഭാഗം സുരക്ഷിതരല്ല. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ആശയം, അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഭജിക്കണം. അടുത്ത പോയിന്റ് ആണോ? മൂന്നാമത്തെ, അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഭജിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഭജിക്കണം. മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക രാഷ്ട്രം അനുവദിക്കണം. അതിന്റെ കൂടെ തന്നെ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക രാഷ്ട്രം അനുവദിക്കണം. പോസിബിൾ അല്ല. എങ്ങനെ പോസിബിൾ അല്ല? പോസിബിൾ ആയില്ലേ? ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നടന്നതല്ലേ? പാകിസ്ഥാൻ രൂപീകരിച്ചില്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങൾ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം. മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇപ്പൊ നിങ്ങൾ വി.ഡി. സവർക്കറുടേത് 3 പോയിന്റും
അതോടൊപ്പം മുഹമ്മദ് അലി ജിന്നയുടെ 3 പോയിന്റും എഴുതി. ഇനി അതൊന്ന് നോക്കുക. അത് നോക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിന് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? അതായത് അതെ. അതെ. അപ്പൊ VD സവർക്കർ പറയുന്നത് ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണമെന്നാണ്. ഇനി എന്താ പറയാ, മുഹമ്മദ് അലി ജിന്ന പറയുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷ സുരക്ഷിതരല്ല, അതുകൊണ്ട് പ്രത്യേക രാഷ്ട്രം അവർക്കും അനുവദിക്കണം അല്ലേ? ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് നോക്കുക, ദേശീയതയും മതവിശ്വാസവും. അതാണ് നാഷണാലിസം ആൻഡ് റിലീജിയൻ. അപ്പൊ നിങ്ങൾക്കിപ്പോൾ രണ്ട് രീതികളിലുള്ള ആശയം മനസ്സിലായി. ഒന്ന് ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണമെന്നും, മറ്റൊന്ന് ഇന്ത്യയിൽ ന്യൂനപക്ഷം സുരക്ഷിതരല്ല, അതുകൊണ്ട് അവർക്ക് പുതിയ രാജ്യം രൂപീകരിക്കണമെന്നും. അത് മനസ്സിലായല്ലോ. ഇനി അതിനുള്ള കാരണങ്ങളാണ് പഠിക്കേണ്ടത്. അതിനുള്ള കാരണങ്ങൾ. അപ്പം VD സവർക്കർ എന്തൊക്കെ കാരണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടൊക്കെയാണ് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? ഏതിലെ രണ്ടാമത്തെ പോയിന്റ്? സവർക്കർ, VD സവർക്കർ ഇന്ത്യയുടെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്. അപ്പൊ ഇതുവരെ ഉള്ളതിൽ ക്ലിയർ അല്ലേ? ഇനി എന്തൊരു സംശയം ഉണ്ടോ ഇതില്? ഇനി നമ്മൾ ക്ലാസ് തുടങ്ങിയാലും പെട്ടെന്ന് പോകാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഈ 3 എക്സാമിന് പോകുന്നതിന് മുമ്പില്ലേ, നിങ്ങൾ ഈ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 പോയിന്റ് ഉണ്ടല്ലോ, അഥവാ ഇപ്പൊ നമ്മൾ VD സവർക്കർ പറഞ്ഞു, അതോടൊപ്പം തന്നെ മുഹമ്മദ് അലി ജിന്നയുടേതും പറഞ്ഞു. ഇതിലാണ് ഇതിൽ നിന്ന് ഈ 3 പോയിന്റ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ വരുള്ളൂ. മുഹമ്മദ് അലി ജിന്നയുടേത് ചോദിച്ചാലും ഈ 3 പോയിന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്താൻ പറ്റും. VD സവർക്കറുടേത് ചോദിച്ചാലും 3 പോയിന്റ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മുഹമ്മദ് അലി ജിന്നന്റെ രണ്ടാമത്തെ പോയിന്റ് എന്താ? മുഹമ്മദ് അലി ജിന്നന്റെ രണ്ടാമത്തെ പോയിന്റ് ഇന്ത്യയില് ഭൂരിപക്ഷത്തിനു കീഴിൽ ന്യൂനപക്ഷ വിഭാഗം സുരക്ഷിതരല്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അപ്പൊ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ വെച്ചിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. വേറെ ഒരുപാട് വായിക്കേണ്ടതില്ല. ഇനി നിങ്ങൾക്ക് ഈ പോയിന്റ് വെച്ച് കഴിഞ്ഞാലില്ലേ, ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ആദ്യം നമ്മൾ VD സവർക്കറെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? നമ്മൾ ഒരുപാട് ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ് VD സവർക്കർ. VD സവർക്കറുടെ ഒരു ജീവിതത്തെ അടിസ്ഥാനമാക്കിയ ഒരു സിനിമയുണ്ട് മലയാളത്തിൽ. നിങ്ങൾ ഈ കാലാപാനി എന്ന് പറഞ്ഞ സിനിമ കണ്ടില്ലേ? അതില് അദ്ദേഹം ഈ അൻഡമാൻ നിക്കോബാർ ജയിലിൽ കിടക്കുമ്പോഴുള്ള അവസ്ഥയൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ VD സവർക്കർ, നമുക്ക് അതിലോട്ട് പോകാം. VD സവർക്കർ ഇതാണ്. അദ്ദേഹം ജനിച്ചത് 1883, മരണപ്പെട്ടത് 1966. അപ്പൊ VD സവർക്കറുടെ മുഴുവൻ പേര് വിനായക് ദാമോദർ സവർക്കർ എന്നാണ് കേട്ടോ. VD സവർക്കർ എന്നുള്ളതിന്റെ ഫുൾ ഫോം വിനായക് ദാമോദർ സവർക്കർ. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അതില് അന്നത്തെ കാലഘട്ടത്തിൽ, അഥവാ അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും, മിക്ക ആൾക്കാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെയാണ് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. എന്നാൽ അതിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് VD സവർക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കൊടുത്ത കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വീണ്ടും നമ്മൾ അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച്, ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിനെ കുറിച്ചൊന്നുമല്ല പഠിക്കാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഹിന്ദുത്വ എന്നുള്ള ആശയം. എക്സാമിന് ചിലപ്പോൾ ഹിന്ദുത്വ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് 2 മാർക്കിന്. ഹിന്ദുത്വ എന്നുള്ള ആശയം. ഓക്കെ, ഹിന്ദുത്വ അല്ല, അത് നോട്ടല്ല, അത് ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്താണ് ആളുടെ ശരിക്ക് ഐഡിയോളജി ആണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജി, ഹിന്ദുത്വ.
അപ്പൊ വിനായക് ദാമോദർ സാവർക്കർ അദ്ദേഹം, നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക ആദ്യം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ പറയുന്നത് അദ്ദേഹം ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണം എന്നാ പറയുന്നത്. അദ്ദേഹം ഹിന്ദു രാജ്യമാക്കണം എന്ന് പറയാനുള്ള കാരണം, ഇന്ത്യയിൽ നമുക്കറിയാം ഒരുപാട് മതവിശ്വാസികളുണ്ട്. ഉദാഹരണത്തിന് ക്രൈസ്തവരുണ്ട്, ഇസ്ലാമിക മതവിശ്വാസമുണ്ട്, ബുദ്ധരുണ്ട്, ജൈന, പാർസി, അങ്ങനെ ലോകത്ത് ഏതെല്ലാം മതവിശ്വാസികളുണ്ടോ അവരൊക്കെ ഇന്ത്യയിലുണ്ട് എന്നാ പറയാം. ഇന്ത്യ ഇസ് ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന ഒരുപാട് മതവിശ്വാസികളുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷെ അദ്ദേഹം ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് വി ഡി സാവർക്കർ. ഇനി അദ്ദേഹം അതിന് പറയുന്ന കാരണമുണ്ട്. അദ്ദേഹം അതിന് പറയുന്ന കാരണം, ആ കാരണമാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാരണമാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഹിന്ദുത്വ എന്നുള്ള രീതിയിൽ പറയുന്നത്, ഇന്ത്യയിൽ ബാക്കി രണ്ട് മതവിശ്വാസികൾ, അഥവാ ബാക്കി രണ്ട് മതവിശ്വാസികൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലുള്ള മതവിശ്വാസികൾ ഒന്ന് ക്രൈസ്തവരും മറ്റൊന്ന് ഇസ്ലാം മതവിശ്വാസികളുമാണ്. അപ്പം ഈ രണ്ട് വിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വന്നവരല്ല എന്നും അവർ പുറത്തു നിന്ന് വന്നവരാണ്. അഥവാ ഇസ്ലാമിക മതവിശ്വാസം പേർഷ്യയിൽ നിന്നും അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നതാണെന്നും, അതോടൊപ്പം ക്രൈസ്തവ മതവിശ്വാസം യൂറോപ്യൻ ഇൻവെൻഷന്റെ ഭാഗമായിട്ട് വന്നതാണെന്നും, അത് രണ്ടും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഒറിജിനല്ല, അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൽ അവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ അവർ പുറത്തു നിന്ന് വന്നവരായതുകൊണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു രീതിയിലുള്ള ഒരു ആശയമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? വി ഡി സാവർക്കർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ യഥാർത്ഥ സംസ്കാരം ഹിന്ദുത്വ സംസ്കാരമാണ്. അതിന് അദ്ദേഹം ഹിന്ദുമത വിശ്വാസത്തെ മാത്രമല്ല കേട്ടോ, ഹിന്ദു, ബുദ്ധ, ജൈന, പാർസി, ഇങ്ങനെ 4 അതോടൊപ്പം സിഖ്, 5 മതവിശ്വാസികൾ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ബാക്കിയുള്ള പ്രബലരായിട്ടുള്ള അഥവാ ഏറ്റവും കൂടുതലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഥാർത്ഥ ഇന്ത്യക്കാരല്ല. അവര് എന്ത് ചെയ്യണം? ഇന്ത്യ വിട്ടു പോകണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് ആ മതവിശ്വാസത്തിന് സ്ഥാനം ഇല്ല. യഥാർത്ഥ ഹൈന്ദവ സംസ്കാരം അനുസരിച്ചിട്ട് ഇന്ത്യയിൽ ജീവിക്കാൻ അർഹതയുള്ളത് ഹൈന്ദവർക്കും അതോടൊപ്പം തന്നെ ബുദ്ധ, ജൈന, പാർസി, സിഖ് മതവിശ്വാസികൾക്കുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഹിന്ദുത്വ എന്നുള്ള ആശയം മനസ്സിലായിട്ടില്ലേ? ഓക്കെ. ദെൻ നമ്മൾ അദ്ദേഹത്തിന്റെ ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാണ്. വി ഡി സവർക്കർ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ച ആളാണ്. ഇനി ഒരുപാട് വിപരീത കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണ്. ഇദ്ദേഹമാണ് നമുക്കറിയാം അൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജയിലിൽ കിടന്നു എന്നുള്ളതും, പിന്നീട് അവിടുന്ന് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. പക്ഷെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് പോരാടിയിട്ടുള്ള വ്യക്തി തന്നെയാണ്, അതിലാർക്കും സംശയമൊന്നുമില്ല. ദെൻ അദ്ദേഹം ബ്രിട്ടീഷുകാരാൽ ഒരുപാട് കാലം ജയിലിലായിരുന്നു. കൂടുതൽ കാലം ജയിലിൽ ഇരുന്ന അവസരത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോ ആശയങ്ങൾ എന്ത് ചെയ്യുന്നത്? അവിടുന്ന് എഴുത്തിലൂടെയും മറ്റൊക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം ഹിന്ദു രാഷ്ട്രം പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. ഹിന്ദു രാഷ്ട്രം പുനഃസ്ഥാപിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യയെ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റുക. ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യയുടെ സംസ്കാരം എല്ലാം ഹൈന്ദവതയുടെ അടിസ്ഥാനത്തിലാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. ദെൻ ഇനി ഹിന്ദുത്വ, അദ്ദേഹം എക്സാമിന് ക്വസ്റ്റ്യൻ വരിക ഹിന്ദു മതം എന്നുള്ളതിനെ കുറിച്ചല്ല, പകരം എക്സാമിന് ക്വസ്റ്റ്യൻ വരിക ഹിന്ദുത്വ എന്നുള്ളതാണ്. ഹിന്ദുത്വ. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാൻ പറ്റുക ഇദ്ദേഹത്തിന്റെ വി ഡി സാവർക്കറുടെ ആശയം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഹിന്ദുത്വ എന്നാണ് കാണാൻ പറ്റുക. അപ്പൊ എന്താണ് ഹിന്ദുത്വ എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഹിന്ദു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത രീതികളാൽ രൂപപ്പെട്ട ആശയമാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ജീവിത രീതികൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സംസ്കാരത്തെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ സംസ്കാരം ഹൈന്ദവ മത സംസ്കാരമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം? ഹിന്ദു മതവിശ്വാസത്തെ ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ലോകത്ത് നല്ല ഇന്ത്യയിൽ തന്നെ ഹിന്ദുത്വ എന്നുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് വി ഡി സവർക്കർ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരും ഹിന്ദുത്വ എന്ന് തന്നെയാണ്.
ബി ഡി സവർക്കർ എഴുതിയ പുസ്തകത്തിന്റെ പേരും ഹിന്ദുത്വ എന്ന് തന്നെയാണ്. അത് പ്രസിദ്ധീകരിച്ച ഇയർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1924 അദ്ദേഹം ഹിന്ദുത്വ എന്നുള്ള പുസ്തകം ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുന്നത്. 1924 അദ്ദേഹം ഹിന്ദുത്വ എന്നുള്ള ആ ഒരു പുസ്തകം ചെയ്തു പ്രസിദ്ധീകരിച്ചു. ഇനി അദ്ദേഹം 1925 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSS എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. വി ഡി സവർക്കറുടെ നേതൃത്വത്തിലാണ് 1925. കഴിഞ്ഞ വർഷം 2025 RSS രൂപീകരിച്ചതിന്റെ 100ാം വാർഷികമായിരുന്നു. ഓക്കെ, 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSS രൂപീകരിച്ചത് 1925. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വി ഡി സവർക്കർ എന്ന് പറയുന്നത്. ഇനി അന്നത്തെ മഹാത്മാഗാന്ധിയൊക്കെ മുന്നോട്ട് വെച്ചിരുന്ന ആശയം, നമ്മൾ ഈ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം വിനായക് ഗോഡ്സെ RSSകാരനായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ മഹാത്മാഗാന്ധിയും കോൺഗ്രസും മുന്നോട്ട് വെച്ചിരുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനെതിരായിരുന്നു ഈ ഒരു വി ഡി സവർക്കറുടെ കാഴ്ചപ്പാട്. അദ്ദേഹം ഹിന്ദു മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. പക്ഷെ ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യ ഒരു സെക്കുലർ ഒരു മതേതരത്വ രാജ്യമാക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധിക്കും കോൺഗ്രസും അന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുണ്ടായ എല്ലാ ആശയങ്ങളും കൊണ്ടുവന്നത് ഒന്നെങ്കിൽ ഗാന്ധിയുടെ ആശയങ്ങളായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങളായിരിക്കും. അതിൽ നിന്നൊക്കെ എതിരായിട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന ആൾ കൂടിയാണ് വി ഡി സവർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ എന്നുള്ള ഒരു ആശയം എങ്ങനെ രൂപീകരിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ആ ഒരു പ്രൊഫൈലാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, അദ്ദേഹം 1853 ജനിച്ചു എന്ന് പറഞ്ഞു. ദെൻ അതിൽ അദ്ദേഹം ഹിന്ദു മതത്തില് പ്രധാനപ്പെട്ട ആശയങ്ങളെ കുറിച്ചൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ പഠനം നടത്തിയിട്ടുണ്ട്. ഓക്കെ, ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹം ഹിന്ദുമത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് ശിവജി. ശിവജിയുടെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ? എന്തുകൊണ്ടായിരിക്കാം ശിവജി അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? ശിവജി എന്നുള്ള കേട്ടില്ലേ? ശിവജിയുടെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ? ശിവജി എവിടുത്തെ രാജാവായിരുന്നു എന്ന് അറിയോ? ആരും കേട്ടില്ല? അതെ, മറാത്തയിലെ രാജാവായിരുന്നു ശിവജി. അപ്പൊ മറാത്ത എന്ന് പറയുന്നത് ഇന്നത്തെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഈ ശിവജിയെ ഇദ്ദേഹം ഇത്രയും ഒരു ആരാധിക്കാനുള്ള അല്ലെങ്കിൽ ശിവജിയെ അദ്ദേഹം ബഹുമാനിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതിനു മുമ്പൊക്കെ ഭരണം നടത്തിയിരുന്നത് മുഗൾ ചക്രവർത്തിമാരാ. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഏകദേശം 100-400 വർഷം ഇന്ത്യയിൽ മുഗൾ ഭരണം നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാലഘട്ടം മുഗൾ ഭരണം അതിന്റെ മുമ്പ് ഡൽഹി സുൽത്താനേറ്റ്, അങ്ങനെ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ഭരണ വ്യവസ്ഥയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഈ ഒരു ഭരണം, മുഗൾ രാജാക്കന്മാരുടെ ഭരണം നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ല, തമിഴ്നാട്ടിൽ വന്നിട്ടില്ല, കർണാടകയിൽ വന്നിട്ടില്ല, ആന്ധ്രാപ്രദേശിൽ വന്നിട്ടില്ല, മഹാരാഷ്ട്രയിൽ വന്നിട്ടില്ല. ഈ മുഗൾ ചക്രവർത്തിമാർ ബാക്കിയുള്ള ഏകദേശം പ്രദേശങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയിരുന്നു. എന്നാൽ മറാത്തയിൽ ശിവജി മുഗൾ ചക്രവർത്തിമാർക്കെതിരെ പൊരുതി നിന്നത് കൊണ്ടാണ് ഇന്ത്യ മുഴുവനും മുഗൾ ചക്രവർത്തിമാർ കീഴടക്കാതിരുന്നത് എന്നുള്ള ഒരു ആശയമാണ് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ശിവജിയെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അത്രയും ബഹുമാനിക്കുന്നത്. ഇന്ത്യയിലെ ഇസ്ലാമിക റൂൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരുടെ ഭരണം യഥാർത്ഥ ഇസ്ലാമിക ഭരണം എന്നുള്ളതിലൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങളും അതിലുണ്ട്. അപ്പൊ ഇന്ത്യയിൽ മുഗൾ ചക്രവർത്തിമാര് ഭരണം നടത്തി കീഴ്പ്പെടുത്തുന്നതിനെ എതിർത്ത ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ശിവജി വളരെ പ്രസിദ്ധനായിട്ടുള്ളത്. ശിവജിയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ശിവജിയുമായിട്ട് യുദ്ധം നടത്തി വിജയിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? മുഗൾ ചക്രവർത്തിമാർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ശിവജിയെ അദ്ദേഹം ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആരാധനാ പുരുഷനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പഠിച്ചിരുന്നത് ഫെർഗൂസൺ കോളേജിലാണ്, പൂനെയിലെ
ഫെർഗൂസൺ കോളേജിലാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം ലണ്ടനിൽ ചെന്നു. ലണ്ടനിൽ അവിടുത്തെ പ്രവർത്തനങ്ങളും പഠന കാലഘട്ടത്തിൽ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് വി.ഡി. സവർക്കർ. പിന്നെ അദ്ദേഹം 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം എഴുതിയിട്ടുള്ള ആളാണ് വി.ഡി. സവർക്കർ എന്ന് പറയുന്നത്. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിൽ 1857 ഈ ഒരു പുസ്തകത്തിന്റെ പേര് 1857 ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്നുള്ള രീതിയിൽ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഇനി 1910 അദ്ദേഹം അറസ്റ്റിലായതോട് കൂടിയിട്ട് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ആൻഡമാൻ നിക്കോബാർ ജയിലിൽ 50 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. 50 വർഷം ജയിലിൽ കിടക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ. അന്തമാൻ നിക്കോബാർ ദ്വീപ് എവിടെയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഭൂപടത്തിൽ. അപ്പം ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒരു ദ്വീപിൽ 50 വർഷത്തെ കഠിന തടവിന് എന്ത് ചെയ്തു, അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഏകദേശം 10 വർഷത്തോളം അവിടെ അന്തമാൻ നിക്കോബാർ ദ്വീപിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജയിലിൽ കടന്നിട്ടുണ്ട്. പിന്നീട് ആ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഞാൻ പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മാപ്പപേക്ഷ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ റിലീസ് ചെയ്യുകയും ചെയ്തു. ജയിലിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്തു. അപ്പൊ ആ ഒരു രീതിയിലാണ് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് എത്തുന്നത്. അങ്ങനെ 1937 വരെ അദ്ദേഹം വീണ്ടും ഇന്ത്യയിൽ വന്ന ശേഷം ഇന്ത്യയിൽ കുറച്ചു കാലം തടവിലായിരുന്നു. അങ്ങനെ വീണ്ടും ഒരുപാട് കാലം ജയിലിൽ കടന്ന അവസരത്തിലാണ് അദ്ദേഹം ഈ പുസ്തകങ്ങളും അല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് ആശയങ്ങൾ വീണ്ടും മുന്നോട്ട് വെക്കുന്നത്. ദെൻ ഇനി പറയുന്നത്, അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനായ ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, പുതിയ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വരികയാണ്. ആ ആശയങ്ങളാണ് ഇന്ത്യയിലെ ഹിന്ദു ദേശീയതയുടെ ആദ്യത്തെ ആശയങ്ങൾ രൂപീകരിച്ച വ്യക്തിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹിന്ദു ദേശീയത എന്ന് വെച്ചാൽ യഥാർത്ഥ നമ്മൾ ഇസ്ലാമിക ദേശീയത അല്ലെങ്കിൽ ഹിന്ദു ദേശീയത എന്നൊക്കെ പറയുമ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയത. അതിൽ ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശയമാണ് ഹിന്ദുത്വ. ഞാൻ പറഞ്ഞു ഹിന്ദുത്വ എന്നുള്ള ആശയം 1924 പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞു. 1923 അദ്ദേഹം ഇത് എഴുതുന്നത്, 24 ഇത് പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ ആ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു ഹിന്ദുത്വ എന്നുള്ള ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജി ഹിന്ദുത്വ, അത് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള ഹിന്ദുത്വ എന്നുള്ള പുസ്തകത്തിൽ തന്നെയാണ്. 1923 അത് എഴുതി 1924 പ്രസിദ്ധീകരിച്ചു. ഇനി അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം, അല്ലെങ്കിൽ ഇന്ത്യയെ ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രമാക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നുള്ള രീതിയിൽ RSS എന്നുള്ള സംഘടനക്കൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയിട്ടുള്ളത്. അപ്പം ഇന്ത്യയെ അദ്ദേഹം പ്രാദേശിക ദേശീയത എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിമർശിക്കുകയാണ്. നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്, ഇന്ത്യയെ സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മള് സ്കൂളുകളിലൊക്കെ പ്രതിജ്ഞ ചെയ്യാറില്ലേ, എന്താ പറയാ, നമ്മുടെ രാജ്യത്തെ കുറിച്ചും നമ്മുടെ രാജ്യത്തെ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ രാജ്യമായതുകൊണ്ട്. നമ്മുടെ രാജ്യം ആയതുകൊണ്ട്. നമ്മുടെ രാജ്യം എന്നുള്ളതിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്? എല്ലാ മതക്കാരും തുല്യരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അതൊക്കെ ഞാൻ പറയുന്നത്, നമ്മൾ ഇവിടെ ജീവിക്കുന്നത് കൊണ്ടല്ലേ, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ടല്ലേ. ദേശീയതയല്ലേ സാർ? ആ ദേശീയത, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നോണ്ടല്ലേ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ഇന്ത്യയിൽ, ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. എങ്ങനെ? നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറയുന്നു. ഇന്ത്യയിൽ എല്ലാവരും സഹോദരന്മാരാണെന്ന് പറയുന്നു. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, അതിൻ്റെ വൈവിധ്യത്തെയും
എല്ലാ കാര്യങ്ങളും ഇവക്ക് അംഗീകരിക്കുന്നു, നമ്മളങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആശയം ഉണ്ടല്ലോ, അത് നമ്മൾ ഇന്ത്യ എന്നുള്ളതിനെ ഒരു പ്രദേശമായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? നമ്മൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശം, അതിനല്ലേ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭൂപടമാണ് ഓർമ്മ വരിക. അതാണ് പ്രാദേശിക ദേശീയത. പ്രാദേശിക ദേശീയത ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ എന്നുള്ള ഐഡിയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അദ്ദേഹം പ്രാദേശിക ദേശീയതയെ നിരാകരിച്ചു. അതിന്റെ ഇംഗ്ലീഷാണ് ടെറിട്ടോറിയൽ നാഷണാലിസം. ടെറിട്ടറി, നമ്മൾ ഒരു രാജ്യമാകണമെങ്കിൽ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അതിലൊന്നാണ് ടെറിട്ടറി, അല്ലേ? ഭൂപ്രദേശം ഉണ്ടായിരിക്കണം, പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, ഗവൺമെന്റ് ഉണ്ടായിരിക്കണം, സോവറിറ്റി പരമാധികാരം ഉണ്ടായിരിക്കണം, ഇങ്ങനെ പറഞ്ഞിട്ട് 4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ മുമ്പ്. അപ്പം നമ്മൾ ടെറിട്ടറി എന്ന് വെച്ചാൽ ഒരു പ്രദേശം, ഒരു രാജ്യമാണെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു പ്രദേശം വേണം. എന്നാൽ ഇദ്ദേഹം പ്രാദേശിക ദേശീയതയെ എതിർക്കുകയാണ്. നമ്മൾ ഇന്ന പ്രദേശം മുതൽ ഇന്ന പ്രദേശം വരെ നമ്മുടേതാണ്, ആ രീതിയിൽ നമ്മൾ ആ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. പകരം അദ്ദേഹം പറയുന്നത് പ്രാദേശിക ദേശീയക്ക് പകരമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് കൾച്ചറൽ നാഷണാലിസമാണ്. കൾച്ചറൽ നാഷണാലിസം, സാംസ്കാരിക ദേശീയത. അപ്പൊ നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഹിന്ദു കൾച്ചറാണ്. അതിനെ നമ്മൾ സ്നേഹിക്കുക, ബാക്കിയുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക? എതിർക്കുക. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ഈ ഒരു കൾച്ചറൽ നാഷണാലിസം അഥവാ സാംസ്കാരിക ദേശീയത. സാംസ്കാരിക ദേശീയത നമ്മൾ അദ്ദേഹം അംഗീകരിക്കുന്ന കാര്യം കൾച്ചറൽ നാഷണാലിസമാണ് അഥവാ സാംസ്കാരിക ദേശീയത. അദ്ദേഹം എതിർക്കുന്ന കാര്യം ടെറിട്ടോറിയൽ നാഷണാലിസം, പ്രാദേശിക ദേശീയത. അപ്പൊ ഇന്ന പ്രദേശം മുതൽ ഇന്ന പ്രദേശം വരെ നമ്മുടേതാണ് എന്ന് പറയുന്നതിന് അദ്ദേഹം എതിർക്കുന്നു. പകരം നമ്മുടെ കൾച്ചർ എവിടെയെല്ലാം ഉണ്ടോ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ദേശീയത, രാജ്യസ്നേഹത്തിന്റെ അല്ലെങ്കിൽ ദേശീയത എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനമായിട്ട് അദ്ദേഹം പരിഗണിക്കുന്നത് സംസ്കാരത്തെയാണ്. അദ്ദേഹം പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അഥവാ ടെറിട്ടറി അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ അതായത് ഇപ്പോ ഈ വി.ഡി. സവർക്കർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അവരുടെ കാസ്റ്റിനെ അവർ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. കാസ്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ റിലീജിയനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല ഫുള്ള്. ആ രീതിയിലാണ് പറയുന്നത്. ആ രീതിയിൽ എക്സാം എഴുതിയാൽ മതില്ല. അതിന് ചോദ്യം വന്നതിന് കാര്യം കഴിഞ്ഞില്ലേ? അത് അത്രല്ലേ ഉള്ളൂ സംഭവം. ശരി, അതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ 3 പോയിന്റ് ആദ്യം പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഓക്കെ താങ്ക് യു. ഓക്കെ ദെൻ അപ്പം ഇവിടെ ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അദ്ദേഹം ടെറിട്ടോറിയൽ നാഷണാലിസത്തെ നിരാകരിച്ചു. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയത എന്നുള്ളതിനെ അദ്ദേഹം എന്ത് ചെയ്തു? നിരാകരിച്ചു. പകരം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ദേശീയത സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇന്ത്യയുടെ സംസ്കാരം ഹൈന്ദവ സംസ്കാരമാണെന്ന് പറയുന്നത്. അപ്പൊ ഹൈന്ദവ സംസ്കാരം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഇന്ത്യയുടേതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, അഥവാ അഖണ്ഡ ഭാരതം എന്നാ പറയുന്നത്. അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ പാകിസ്ഥാനെ വിഭജിച്ചതോ അല്ലെങ്കിൽ ഇന്ത്യ അന്ന് വിഭജിച്ചതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇന്ത്യയെ വീണ്ടും പഴയ രീതിയിലുള്ള ഭാരതമാക്കി മാറ്റണം, അഥവാ അഖണ്ഡ ഭാരതം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന വ്യക്തി കൂടിയാണ് വി.ഡി. സാവർക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലുള്ള 2 ആശയങ്ങൾ, ടെറിട്ടോറിയൽ നാഷണാലിസത്തെ അദ്ദേഹം നിരാകരിച്ചു, പകരം കൾച്ചറൽ നാഷണാലിസം എന്നുള്ള ആശയത്തെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. ഇനി അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഐക്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഹിന്ദു കൾച്ചറാണ്. ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹിന്ദു കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്ര എന്നുള്ളത്? ഇന്ത്യയെ ഹോളി ലാൻഡായിട്ട്, ഹോളി ലാൻഡ് എന്ന് വെച്ചാൽ ഇന്ത്യയെ വിശുദ്ധ നഗരമായിട്ട് കാണുന്ന ആളുകളാണ് ഇന്ത്യക്കാർ. അപ്പം അവിടെ വിശുദ്ധ നഗരമായിട്ട് കാണുന്നത്, ഉദാഹരണത്തിന് ഹൈന്ദവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഭൂമിയെല്ലാം നിലനിൽക്കുന്നത് ഇന്ത്യയിലാണ് കൂടുതലും, അല്ലെ? ഹൈന്ദവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഭൂമിയൊക്കെ നിലനിൽക്കുന്നത് ഇന്ത്യയിലാണ്. ഇനി ഇന്ത്യയിലാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ത്യയിലാണ് ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പുണ്യഭൂമികളൊക്കെ നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പുണ്യഭൂമി എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അയോധ്യ, അല്ലെ? ശ്രീരാമൻ ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം അയോധ്യ. പിന്നെ കാശിനാഥ് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഉത്തരാഖണ്ഡിലൊക്കെ ഉള്ള ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ബദ്രിനാഥ്, അങ്ങനെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇനി
അപ്പം അവർ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോളി ലാൻഡ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്, പുണ്യഭൂമിയായിട്ട് പരിഗണിക്കുന്നുണ്ട്. ഇനി നേരെ അപ്പുറത്ത് നമുക്ക് ഇസ്ലാം മതത്തിന്റെ നോക്കാം. ഇസ്ലാം മതത്തിന്റെ ഒരു പുണ്യഭൂമി പോലും ഇന്ത്യയിലില്ല. ഇനി ക്രൈസ്തവരുടേത് നോക്കാം. ക്രൈസ്തവരുടേതെന്ന് കരുതുന്ന ഒരു പുണ്യഭൂമി പോലും ഇന്ത്യയിലില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് യഥാർത്ഥ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇന്ത്യയെ അഥവാ ഇന്ത്യയിലുള്ള പ്രദേശങ്ങളെ അതിനെ ഫാദർ ലാൻഡായിട്ട് കണക്കാക്കുന്നവരാണ്, അല്ലെങ്കിൽ ഹോളി ലാൻഡായിട്ട് കണക്കാക്കുന്നവരാണ്. അപ്പൊ പുണ്യഭൂമി എന്നുള്ള സങ്കല്പം, ഉദാഹരണത്തിന് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഹിന്ദുമതം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് ഹിന്ദുമതത്തിൻ്റെ അതോടൊപ്പം തന്നെ ബുദ്ധമതം, ജൈനമതം, പാർസി, സിഖ്, ഈ മതവിശ്വാസികളുടെ ഒക്കെ പുണ്യഭൂമി ഇന്ത്യയിലാണ്. ഉദാഹരണത്തിന് സിഖുകാരുടെ പുണ്യഭൂമി എന്ന് പറയുന്നത് പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇനി ബുദ്ധമതം ഉത്ഭവിച്ചതും വളർന്നതും വ്യാപിച്ചതൊക്കെ ഇന്ത്യയിലാണ്. അപ്പൊ അത് ബുദ്ധമതത്തിന്റെ പുണ്യഭൂമി ഇന്ത്യ തന്നെയാണ്. അപ്പൊ ഇന്ത്യയെ പുണ്യഭൂമിയായിട്ട് കരുതുന്നവർ മാത്രമാണ് യഥാർത്ഥ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആളുകൾ. ഇന്ത്യയെ പുണ്യഭൂമിയായി കരുതാത്ത ആളുകളാണ് ഒന്ന് ക്രൈസ്തവരും, രണ്ടാമത്തത് ഇസ്ലാമിക വിശ്വാസവും. അവരുടെയൊക്കെ പുണ്യഭൂമി, ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിലാണെന്നാണ് പറയുന്നത്. ഇനി ക്രൈസ്തവരുടെ പുണ്യഭൂമിയായിട്ട് കണക്കാക്കപ്പെടുന്നത് റോമും ജെറുസലേമുമാണ്. അപ്പൊ അതും ഇന്ത്യയിലല്ല. അപ്പം ക്രൈസ്തവരും ഇസ്ലാമിക വിശ്വാസവും ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധമില്ലാത്തവരാണ് എന്നും ബാക്കിയുള്ളവരാണ് യഥാർത്ഥ ഇന്ത്യക്കാരെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളവരെ ഉൾപ്പെടുത്തി ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കി മാറ്റണം എന്നുള്ളതുമാണ് ആരുടെ അഭിപ്രായം? വി ഡി സാവർക്കറിന്റെ അഭിപ്രായം. ഓക്കെ, അങ്ങനെ വി ഡി സാവർക്കർ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഒഴിവാക്കാനും പകരം ഇന്ത്യയിൽ ഹിന്ദു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ഹിന്ദു മതവിശ്വാസത്തെയും ബുദ്ധ, ജൈന, പാർസി, സിഖ് മതവിശ്വാസികളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇന്ത്യൻ കൾച്ചർ അഥവാ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ദേശീയത കൊണ്ടുവരാനും മുന്നോട്ട് വെച്ച ആശയമാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഹിന്ദുത്വ. ഓക്കെ, ഇനി ഇതിൽ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. ഈ ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? ലാസ്റ്റ് പറഞ്ഞത് ഈ ഫാദർലാൻഡ് എന്നുള്ള ആ പോയിന്റ് ആണോ? ആ ഓക്കെ, ഫാദർലാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഹോളി ലാൻഡ് വെച്ചാൽ പുണ്യഭൂമി. ഇപ്പൊ ഇന്ത്യയിലില്ലേ ഹിന്ദു മതത്തിന്റെ പുണ്യഭൂമികളൊക്കെ നിലനിൽക്കുന്നത്. പുണ്യഭൂമി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ആരാധനാ കേന്ദ്രങ്ങൾ, അതിന്റെ ഉത്ഭവം, ഒരു മതം ഉത്ഭവിച്ചത് എവിടെയാണ്, അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ആരാധനാ കേന്ദ്രങ്ങൾ നോക്കുമ്പോഴും അവർ പറയുന്നത് അല്ലെങ്കിൽ വി ഡി സാവർക്കർ പറയുന്നത് ഇന്ത്യയിൽ ആരാധനാ കേന്ദ്രങ്ങളെ പുണ്യഭൂമിയായിട്ട് കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹൈന്ദവ മതവിശ്വാസികളാണ്. അവരുടെ എല്ലാ ആരാധനാ കേന്ദ്രങ്ങളും പുണ്യഭൂമികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇനി ബുദ്ധമതത്തിൻ്റെത് നോക്കുക, അവരുടേതും ഇന്ത്യയിലാണ്. ജൈന മതത്തിൻ്റെത്, പാർസി മതത്തിൻ്റെത്, സിഖ് മതത്തിൻ്റെത്, ഇവരുടെയൊക്കെ പുണ്യഭൂമി നിലനിൽക്കുന്നത്, ഇവർ വളർന്നിട്ടുള്ളത്, ഉത്ഭവിച്ചിട്ടുള്ളതൊക്കെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് അവരൊക്കെ ഇന്ത്യയെ മാതൃഭൂമിയായിട്ട് അല്ലെങ്കിൽ പിതൃഭൂമിയായിട്ട് അഥവാ അവരുടെ സംസ്കാരത്തിന്റെ ഭൂമിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അദ്ദേഹം നേരെ അപ്പുറത്ത് പറയുന്നത് ക്രൈസ്തവരുടെ ഒരു പുണ്യഭൂമിയും ഇന്ത്യയിലില്ല, ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു പുണ്യഭൂമിയും ഇന്ത്യയിലില്ല. അത് ഇന്ത്യയിൽ ഇല്ലാത്തതിനുള്ള കാരണം എന്താണ്? അവർ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരല്ല, അവർ മറ്റു വൈദേശിക രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇന്ത്യൻ സംസ്കാരം അടിസ്ഥാനമാക്കിയിട്ട് ഹിന്ദുത്വ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? രാജ്യം രൂപീകരിക്കണം. ആ രാജ്യം രൂപീകരിക്കുന്ന അവസരത്തിൽ അവിടെ ഹൈന്ദവതയും അതോടൊപ്പം സിഖ്, ജൈന, ബുദ്ധ, പാർസി മതവിശ്വാസികളെയും ഉൾക്കൊള്ളുന്നതും ബാക്കിയുള്ളവരെ നിരാകരിക്കുന്നതുമായിട്ടുള്ള ദേശീയത രൂപപ്പെടുത്തണം. ആ ദേശീയതയാണ് അദ്ദേഹം ഹിന്ദുത്വ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ബാക്കി എല്ലാം പിടുത്തം കിട്ടും. ഓക്കെ, ഇതിൽ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇത് മനസ്സിലായാലേ ഇനി അടുത്ത മുഹമ്മദ് അലി ജിന്നയുടേത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. സാറേ ഈ PDF കുറെ എഴുതിയല്ലോ. അതിൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത്ര മതിയല്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്, ഇനി PDF മുഴുവൻ വായിച്ചാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ 3 പോയിന്റ് ഇല്ലേ, അത് ശ്രദ്ധിച്ചാൽ ബാക്കിയൊക്കെ പെട്ടെന്ന് മനസ്സിലാകും.
ഓക്കെ. ഓക്കെ, ഇവിടെ PDF കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇനി കൊടുത്തിട്ടുള്ളത് ഈ പുണ്യഭൂമി എന്ന് പറയുന്ന ആശയം. അപ്പം വിശുദ്ധ മതസ്ഥലങ്ങള്, അപ്പൊ അതിൽ പറയുന്നത് വിശുദ്ധ മതസ്ഥലങ്ങളെ കുറിച്ചാണ്. അപ്പം വിശുദ്ധ മതസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ നദികളെ കുറിച്ച്, ഇപ്പൊ നമ്മുടെ കേരളത്തില് ഇപ്പൊ കുംഭമേള നടക്കുന്നു എന്നുള്ളൊരു വാർത്ത ഉണ്ട് അല്ലെ. കുംഭമേള മഹാമാഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുനാവായയില്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നിരുന്ന ഒരു ആഘോഷ പരിപാടിയായിരുന്നു ഈ പരിപാടി, ഈ മഹാമാഗം എന്ന് പറയുന്നത്. അത് പിന്നെ ഒരുപാട് കാലം മാമാങ്കം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കൾച്ചറലി ഇവിടെ നോക്കുകയാണെങ്കിൽ സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ ഇതിനൊക്കെ പുണ്യ നദികളായിട്ട് കണക്കാക്കുന്നവരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഇന്ത്യയെ മദർലാൻഡായിട്ട് അഥവാ മാതൃഭൂമിയായിട്ട് കണക്കാക്കുന്നവരാണ് യഥാർത്ഥ ഇന്ത്യക്കാർ. ബാക്കിയുള്ളവർ യഥാർത്ഥ ഇന്ത്യക്കാരല്ല. അങ്ങനെ യഥാർത്ഥ ഇന്ത്യക്കാരായിട്ട് മാതൃഭൂമിയായിട്ട് അവരെ കണക്കാക്കുന്നത് 5 മതവിശ്വാസികളാണ്. ബാക്കിയുള്ള മതവിശ്വാസികൾ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, കണക്കാക്കുന്നില്ല. അതോടൊപ്പം ഇവിടുത്തെ കലകളിൽ, സമൂഹത്തിൽ, സാംസ്കാരിക മേഖലകളിലൊക്കെ നിലനിൽക്കുന്നത് ഹിന്ദു കൾച്ചറാണെന്നും ഇവിടെ ഹിന്ദുത്വ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ രാജ്യം രൂപീകരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അത്രയും ഓർത്തു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി പറയുന്നത് ഇവിടെ നോക്കാം. ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ വേണ്ടി വന്നവരാണ് മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളും. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തിയെന്ന് വെച്ചാൽ അദ്ദേഹം അതിന് ഉദാഹരണം പറയുന്നത് മുഗൾ ചക്രവർത്തിമാരെയാണ്. അതിന്റെ മുമ്പ് ഡൽഹി സുൽത്താനേറ്റ്, അങ്ങനെ ഒരുപാട് ഭരണാധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ കീഴ്പ്പെടുത്താൻ വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് ക്രൈസ്തവരെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശം മുതലാണ് ഇന്ത്യയിൽ ക്രൈസ്തവർ എണ്ണം വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇംഗ്ലീഷുകാരെയും അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസത്തെയും ക്രൈസ്തവതയും അദ്ദേഹം എതിർക്കുന്നു. അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഈ ഒരു ഹൈന്ദവതയെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള മതവിശ്വാസങ്ങളെയും അംഗീകരിക്കാമെന്നും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഒരിക്കലും എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു രീതിയിൽ ഒരു സാംസ്കാരിക അടിസ്ഥാനത്തിൽ ഇവിടുത്തെ യഥാർത്ഥ ഇന്ത്യക്കാരെന്ന് പറയുന്നത് മുസ്ലിങ്ങളും ക്രൈസ്തവരും അല്ലാത്ത ബാക്കിയുള്ളവരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ആശയം. ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണം. അപ്പൊ ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ അവസരത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യയിൽ ഹിന്ദു രാജ്യമാക്കുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളൊക്കെ എന്ത് ചെയ്യും, അവരെവിടേക്ക് പോകും എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഇന്ത്യയിൽ താമസിക്കാം, ഇന്ത്യയിൽ നിലനിൽക്കാം. പക്ഷേ അവർക്ക് അവരെന്ത് ചെയ്യണം, ഹിന്ദു കൾച്ചറിനെ ബഹുമാനിക്കണം. അതിന് കീഴിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. കൂടുതൽ അവകാശങ്ങളൊന്നും അവർക്ക് നൽകുക സാധ്യമല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കളുടെ താല്പര്യങ്ങളോടും അവകാശങ്ങളോടും ആക്രമണോത്സുകതമല്ലാത്ത നിലപാടുകൾ എന്ത് ചെയ്യുക, അവർക്ക് സ്വീകരിക്കാം. അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ജീവിച്ചു പോകാം. പക്ഷെ അവര് ഹിന്ദുക്കളുടെ താല്പര്യങ്ങളെയും അവകാശങ്ങളെയും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിഷേധിക്കാനോ ചോദ്യം ചെയ്യാനോ പാടില്ല. ഇനി അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, അവരുടെ സംസ്കാരം അനുസരിച്ച് ജീവിക്കാം, ഭാഷ സംരക്ഷിക്കാം, അതൊക്കെ ഉറപ്പ് നൽകുന്നു. പക്ഷേ ഹിന്ദു മതവിശ്വാസത്തിന്റെ മൂല്യങ്ങൾക്കായിരിക്കും രാജ്യത്ത് കൂടുതൽ പ്രാധാന്യം ലഭിക്കുക. അതിനു കീഴിൽ ഒതുങ്ങിയിട്ട് വേണം ആര് ജീവിക്കാൻ, മുസ്ലിങ്ങളും ക്രൈസ്തവരും ജീവിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഈ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സീറ്റുകളൊക്കെ നൽകിയിരുന്നു. 1935 ആക്ടും 19 ആക്ടും അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസും ഇൻഡോ മോർലി റിഫോംസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന അന്നത്തെ പ്രത്യേക ഇലക്ടറേറ്റ് അനുവദിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക റിസർവേഷൻ അനുവദിക്കുക, ക്രൈസ്തവർക്ക് റിസർവേഷൻ അനുവദിക്കുക, അങ്ങനെയുള്ള യാതൊരു അവകാശങ്ങളും ഈ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഇന്ത്യയിൽ എന്ത് ചെയ്യില്ല, ലഭ്യമാകില്ല. ആ ഒരു രീതിയിൽ അദ്ദേഹം ബാക്കിയുള്ളവരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ജീവിക്കണമെങ്കിൽ ഹൈന്ദവതയുടെ കീഴിലായിട്ട്, ഹൈന്ദവതയ്ക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, അവർ ജീവിക്കാൻ. അവർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാം, അവരുടെ ഭാഷ സംസാരിക്കാം. പക്ഷെ അതെല്ലാം ഹൈന്ദവതയുടെ കീഴിലായിരിക്കണം. അതോടൊപ്പം പ്രത്യേക റിസർവേഷനുകളോ പ്രത്യേക നിയമസഭ അല്ലെങ്കിൽ അങ്ങനെ പാർലമെന്ററി സംവിധാനങ്ങളിലുള്ള സീറ്റുകളോ അത്തരത്തിൽ ഒരു പ്രത്യേക അവകാശങ്ങളും അവർക്ക് നൽകുന്നതല്ല എന്നുള്ളത് കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്.
ഓക്കെ. ഇനി നിങ്ങളോട് എക്സാമിന് ചോദിക്കാണ്, സവർക്കർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദു നാഷണാലിസം എന്നുള്ളതിന്റെ വിമർശനങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറയും? അദ്ദേഹത്തിന്റെ ആശയം നിങ്ങൾ പഠിച്ചല്ലോ. ഇനി അതിനെ വിമർശിക്കാൻ പറഞ്ഞാല് ഹിന്ദു മതത്തെ മാത്രമേ ആ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. ആ അതെ, ഒന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്. ഇന്ത്യ എന്ന് വെച്ചാൽ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ആണ്. ഒരുപാട് ആ, വൈവിധ്യങ്ങളുള്ള രാജ്യമാണ്. പക്ഷെ അദ്ദേഹം ആ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയെ ഒരൊറ്റ ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഒന്നാമത്തെ വിമർശനം. ഇനി വേറെന്തൊക്കെയാണ്? മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യൻസിനും ഹിന്ദുക്കളെ കീഴിലുള്ള അംഗീകാരം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. യെസ്, അതെ, രണ്ടാമത്തെ അത് തന്നെയാണ്. മുസ്ലിങ്ങൾ അതേപോലെ ക്രൈസ്തവര് അവർ രണ്ടാം കിട പൗരന്മാരായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുള്ളൂ, കാണുന്നുള്ളൂ. അവർ യഥാർത്ഥ പൗരന്മാരായിട്ട് കാണുന്നില്ല. അവർക്ക് ഇവിടെ ജീവിക്കാമെന്നേ പറയുന്നുള്ളൂ. പ്രത്യേക അവകാശങ്ങളോ സംവരണം പോലെയുള്ള കാര്യങ്ങളോ അത്തരത്തിൽ യാതൊരുവിധ പരിഗണനയും അവർക്ക് നൽകുന്നതല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സെക്യുലറിസം എന്നുള്ളതിന് എതിരാണ്, മതേതരത്വത്തിന് എതിരാണ്. അഥവാ ഇന്ത്യയിൽ എന്താ പറയാ, എല്ലാ മതവിശ്വാസികളും ഉണ്ട്, പക്ഷെ അതിനെ അംഗീകരിക്കുന്നില്ല അദ്ദേഹം. ഇനി അദ്ദേഹം ഈ ഫാദർലാൻഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഹോളി ലാൻഡിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ദേശീയതയെ കാണുന്നത്. അങ്ങനെ ഹോളി ലാൻഡ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ ദേശീയത കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ആശയം ഭൂരിപക്ഷ ആധിപത്യമാണ്. അഥവാ ഇവിടെ മെജോറിറ്റി ഹൈന്ദവ മതവിശ്വാസികളായതുകൊണ്ട് ഇന്ത്യയെ ഹൈന്ദവ രാജ്യമാക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം മെജോറിറ്റേറിയനിസം അഥവാ ഭൂരിപക്ഷം ആളുകൾക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഭൂരിപക്ഷ ആധിപത്യം എന്ന് പറയുന്നതോടൊപ്പം അദ്ദേഹത്തെ നമുക്ക് എതിർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഹി വാസ് അഗെയിൻസ്റ്റ് മൈനോറിറ്റി, ന്യൂനപക്ഷത്തിനെതിരാണ് അദ്ദേഹം. ഭൂരിപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ന്യൂനപക്ഷത്തിന് എതിരാകുന്നു. ആ രീതിയിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ വിമർശിക്കാം. മറ്റൊന്നാണ് ഒരു 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 ജാതി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു സംസ്കാരം അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം വംശീയ ആശയമാണ്. ഒരു വംശം അല്ലെങ്കിൽ വംശീയത, റേസിസം, ആ ഒരു രീതിയിലുള്ള ഒരു ആശയമാണ് അദ്ദേഹം ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. പിന്നെ അദ്ദേഹം ഡൈവേഴ്സിറ്റീസ്, വൈവിധ്യത്തെ എതിർക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിലും അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ നമുക്ക് വിമർശിക്കാം. മറ്റൊന്ന് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വിമർശനമാണ്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള വിമർശനം എന്ന് പറയുമ്പോൾ ഇല്ലേ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ക്രൈസ്തവരും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മുസ്ലിങ്ങളും അവർ യഥാർത്ഥത്തിൽ മുൻപേ ഇന്ത്യക്കാരായിരുന്നു. മതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ആശയമാണ്. നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആശയത്തെ സ്വീകരിക്കുന്നതിനാണ് എന്ത് വിളിക്കുക, മതം എന്ന് വിളിക്കുക. അപ്പൊ ആ ആശയം പുറത്തു നിന്ന് വന്നതാണെങ്കിലും അത് സ്വീകരിച്ച ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവർ മുമ്പ് ഇവിടെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ നമ്മള് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പുറത്തു നിന്ന് വന്നവരല്ല. ഇന്ത്യയിലുള്ള ആശയം, മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക ആശയം പുറത്തു നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ ആശയം പുറത്തു നിന്ന് വന്നവരാണ്. പക്ഷെ അത് ഇവിടുത്തെ ആളുകൾ സ്വീകരിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ ആളുകൾ യഥാർത്ഥത്തിൽ ഇവിടുത്തുകാർ തന്നെയാണ്, അവർ പുറത്തു പോകേണ്ടവരല്ല. അവർ സ്വീകരിച്ച ആശയം മാത്രമേ എന്തുള്ളൂ, വ്യത്യാസമുള്ളൂ. അപ്പൊ അവർ പുറത്തു നിന്ന് വന്ന ഒരു ആശയത്തെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്താക്കാൻ പറ്റില്ല. അതാണ് ചരിത്രപരമായിട്ടുള്ള ഒരു ആശയമായിട്ട് പറയുന്നത്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും പുറത്തു നിന്ന് വന്നവരല്ല. ഇന്ത്യയിൽ ക്രൈസ്തവരെ നോക്കുകയാണെങ്കിലോ, ഇന്ത്യയിൽ ഈ CMS, ചർച്ച് മിഷൻ സൊസൈറ്റി, ബേസിൽ ഇവാഞ്ചലിക്കൽ, അവരാ മൈക്ക് മ്യൂട്ട് ചെയ്യോ? റൂബിയ റൂബിയ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി ഞാനില്ലേ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് 3 പോയിന്റ് ഒന്നുകൂടി ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഇത് കാര്യം മനസ്സിലാവും. നമുക്ക് നമ്മുടെ ഒരു ജീവിത രീതിയായിട്ട് ഇപ്പൊ ഒരു ഇതിൽ ഉള്ള ആളുകളൊക്കെ 3 മതവിശ്വാസികളും ഈ ഗ്രൂപ്പിലുണ്ട്, നമ്മളെ ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂ പോയിന്റിൽ ഇത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോൾ ഇൻസ്ട്രക്ഷൻ തന്നുട്ടോ. അഥവാ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെറുപ്പോ വിദ്വേഷമോ
ആ രീതിയിലല്ല നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. ഇത് അക്കാദമിക് ആയിട്ട് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിലുള്ള ഭാഗമാണ്. അതുകൂടി എല്ലാവരും ഒന്ന് ഓർക്കുക. ഇതിലൊക്കെ നമ്മളെ ആ പറയൂ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിന്ദുത്വ അല്ലാതെ വേറെ ഇതുണ്ടോ? ഒന്നെങ്കിൽ കേട്ടില്ല. ഹിന്ദുത്വ എന്നുള്ള ചോദ്യമാണ് ഒന്ന് വരിക. രണ്ടാമത്തേത് കൾച്ചറൽ നാഷണാലിസം. കൾച്ചറൽ നാഷണാലിസം, സാംസ്കാരിക ദേശീയത, സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയത. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്ന ടോപ്പിക്കാണ് ഇത്. ഡിബേറ്റുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യ വിഭജിച്ച് പുതിയ രാഷ്ട്രമാക്കി പാകിസ്ഥാൻ രൂപീകരിച്ച് ഇന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയുടെ മാപ്പില്ലേ, ഇന്ത്യയുടെ മാപ്പ് പലപ്പോഴും നമ്മൾ കാണുന്ന പല ഭാഗങ്ങളും ഇന്ന് പാകിസ്ഥാന്റെ കയ്യിലാണുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ രീതിയിൽ ഇന്ത്യ എന്നുള്ള പ്രദേശത്തെ, പിന്നെ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റൊരു ആശയമാണ് അഖണ്ഡ ഭാരത് എന്നുള്ളത്. അഖണ്ഡ ഭാരത് എന്ന് വെച്ചാൽ എന്താ? അന്ന് ഇന്ത്യയെ ഗണ്ണിച്ചു കൊടുത്തു, അഥവാ രണ്ടാമതൊരു രാജ്യമാക്കി പാകിസ്ഥാന് കൊടുത്തു. അതിനെ അംഗീകരിക്കാത്ത ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് അഖണ്ഡ ഭാരതം. അഥവാ അന്ന് കൊടുത്ത ഭാഗങ്ങളൊക്കെ യുദ്ധം ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഹിന്ദുത്വ സംസ്കാരം സ്ഥാപിക്കണം. അതിനാണ് അഖണ്ഡ ഭാരത് എന്നൊക്കെ പറയുന്നത്, അല്ലെ? അപ്പം ഇന്ത്യയുടെ പഴയകാല മാപ്പൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് രാഷ്ട്രീയ വിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ രൂപീകരിക്കാറുണ്ട്. അപ്പം പഴയ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രൂപീകരിക്കണം എന്നാണ് പലരും പറയുന്നത്. ഇനി അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പലവിധ ഡിബേറ്റുകൾ നടക്കുന്ന ടോപ്പിക്കാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ ഇത് കൊടുത്തത് കൊണ്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യ ഹിന്ദു രാജ്യമാവുകയോ അല്ലെങ്കിൽ ഇന്ത്യ ഹിന്ദു രാജ്യമല്ലാതാവുകയോ അല്ലെങ്കിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാവുന്നില്ല. നമുക്ക് അക്കാദമിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? മുഹമ്മദ് ബി ഡി സവർക്കറുടേത് ഈ 2 ചോദ്യം പഠിച്ചാൽ മതി. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ ചോദിക്കാറില്ല. ഹിന്ദുത്വയും കൾച്ചറൽ നാഷണാലിസവും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ആള് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് എന്തെങ്കിലും അറിയോ? നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. ടു നാഷൻ തിയറി. ടു നാഷൻ തിയറി കൊണ്ടുവന്ന ആളാണ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം അത് തന്നെ ആയിരിക്കട്ടെ എക്സാമിന്. മുഹമ്മദ് അലി ജിന്ന വ്യൂസ് ഓൺ ടു നാഷൻ തിയറി. നമ്മൾ നേരത്തെ കൾച്ചറൽ നാഷണാലിസം എന്ന് പറഞ്ഞല്ലോ, അതിന്റെ പോലെ നമ്മുടെ മുഹമ്മദ് അലി ജിന്നയുടെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവിടെ ചോദിക്കുന്ന ചോദ്യം ടു നാഷൻ തിയറി ആയിരിക്കും. ഒന്ന്. ദെൻ മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് വേറെ എന്തെല്ലാം അറിയാം? ഓക്കെ, നമുക്ക് ഒരുപാട് സമയം കളയണ്ട. മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് പറയാം. 1876 ജനിച്ചു, 1948 മരിച്ചു. ഓക്കെ, 48 മരിച്ചു എന്ന് പറയുമ്പോൾ അതുകൂടി ഓർക്കണം. അദ്ദേഹം 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, അല്ലെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. പക്ഷെ ഒരു വർഷം പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ആ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നില്ല. പക്ഷെ ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം രൂപീകരിക്കണം എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ രൂപീകരിച്ചെങ്കിലും അത് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് ഒരുപാട് കാലം ഭരണം നടത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ വേറെയും ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഇത്. ഞാനൊരു ഒരു വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കേട്ടോ, ഇത് പഠിക്കാനുള്ള ആശയമല്ല. ഞാൻ പറയുന്ന ആശയം എന്ന് വെച്ചാൽ, ഈ മുഹമ്മദ് അലി ജിന്ന അല്ലേ, മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം വലിയ ഒരു ലീഡറായിരുന്നു. വലിയ ലീഡർ എന്ന് വെച്ചാൽ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള വക്കീലായിരുന്നു അദ്ദേഹം. വക്കീൽ എന്ന് വെച്ചാൽ അദ്ദേഹം വാദിക്കുന്ന കേസുകൾ പരാജയപ്പെടുക എന്നുള്ളത് ചുരുക്കമായിരുന്നു. ഇനി അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒക്കെ പ്രവർത്തിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ നെഹ്റുവിനേക്കാൾ അല്ലെങ്കിൽ അന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെക്കാളും മുൻനിരയിലോട്ട് വന്നിരുന്ന വ്യക്തിയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായ പല അസ്വാരസ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 2 രാജ്യങ്ങൾ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് എന്നൊക്കെ ഒരു സ്ഥിരീകരിക്കാത്ത തിയറികളുണ്ട്. അഥവാ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒരുപാട് എഴുത്തും വായനയൊക്കെ ഉള്ള ആളുകൾ എഴുതുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒഫീഷ്യൽ അല്ല. ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിനില്ലേ, ഇന്ത്യയിൽ ബി ആർ അംബേദ്കർ അറിയാം നമുക്ക്.
ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച ആളാണ്. അംബേദ്കർ പഠിച്ചത് അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ട്, ബ്രിട്ടനിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അംബേദ്കർ ഇന്ത്യയിൽ വന്നു. അംബേദ്കർ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്. അംബേദ്കർ ഇന്ത്യയിൽ വന്നു, വക്കീലായിട്ട് സേവനം അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അംബേദ്കർക്ക് കേസ് കിട്ടുന്നില്ല. അംബേദ്കർക്ക് കേസ് കിട്ടാത്തത് എന്താ? അംബേദ്കർക്ക് നിയമം അറിയാഞ്ഞിട്ടല്ല. അംബേദ്കർ താഴ്ന്ന ജാതിക്കാരനായിരുന്നു. അന്ന് കേസിനൊക്കെ പോവുക എപ്പോഴും ഉയർന്ന ജാതിക്കാർ മാത്രമാണ്. അങ്ങനെ ഈ ഉയർന്ന ജാതിക്കാർ കേസ് കൊടുക്കുമ്പോൾ അവർ പറയുന്നത്, ഒരു താഴ്ന്ന ജാതിക്കാരൻ ഞങ്ങളുടെ കേസ് വാദിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, വിജയിക്കേണ്ടതില്ല. ഞങ്ങൾ കേസ് തോറ്റാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് എന്ത് വേണ്ട, ഒരു താഴ്ന്ന ജാതിക്കാരൻ ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച് ജയിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നുള്ള രീതിയിൽ അംബേദ്കർ ഇന്ത്യയിൽ കേസില്ലാ വക്കീലായി മാറുന്ന. എന്നാൽ ആ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ വച്ച് ബാരിസ്റ്റർ പഠനം പൂർത്തീകരിച്ച് ഇന്ത്യയിൽ വന്ന ആളാണ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിൽ 1936 ഇന്ത്യയിൽ സുപ്രീം കോടതി സ്ഥാപിക്കുന്നത്. ആ കാലഘട്ടം മുതലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ വാദിക്കുന്ന കേസുകളെല്ലാം ജയിക്കുന്ന അത്രയും അഗ്രഗണ്യനായിട്ടുള്ള ഒരു വക്കീലായിരുന്നു മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. അപ്പം ഉയർന്ന ജാതിക്കാർ പോലും അവരുടെ കേസുകൾ അംബേദ്കർക്ക് കൊടുക്കാതെ ആർക്കാ കൊടുത്തിരുന്നത്? മുഹമ്മദ് അലി ജിന്നക്കാ കൊടുത്തിരുന്നത്. അങ്ങനെ മുഹമ്മദ് അലി ജിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നെഹ്റുവിനേക്കാൾ വലിയ ലീഡറായിട്ട് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യകാല ചരിത്രം പറയുന്നത്. അങ്ങനെ പിന്നീട് വ്യത്യസ്തമായ സംഭവങ്ങൾ ഉണ്ടായതും, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണം എന്ന് സവർക്കറും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വന്നു തുടങ്ങിയെന്ന്. ആ ഒരു സമയത്ത് ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം സുരക്ഷിതരല്ല, ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗം സുരക്ഷിതരല്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഭജിക്കണം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം അനുവദിക്കണം എന്നുള്ളൊരു ആശയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മുഹമ്മദ് അലി ജിന്നയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ, ഒന്നെങ്കിൽ മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ടു നാഷൻ തിയറി, അല്ലെങ്കിൽ മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യൂസ് ഓൺ ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരിക. വേറെ ചോദ്യങ്ങളൊന്നും ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യില്ല, വരാൻ സാധ്യതയില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ടു നാഷൻ തിയറി എന്നുള്ള പേരിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള തിയറി ചോദിക്കും. ഓക്കെ, അപ്പൊ ഞാൻ മുഹമ്മദ് അലി ജിന്നയെ കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങൾ ഇനി പറയാം. അതിൽ പറയുന്നത് അദ്ദേഹം ജനിച്ചതും നമ്മൾ പറഞ്ഞു, മരിച്ചതും പറഞ്ഞു. 1876 ജനിച്ചു, 1948 അദ്ദേഹം മരണപ്പെട്ടു. ഇനി അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അദ്ദേഹം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പിന്നോക്കാവസ്ഥ നേരിടുന്നവരാണ്. അതാണ് ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്. അഥവാ ഒരുപാട് ആശയങ്ങളുടെ അടിസ്ഥാനത്തിലും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കാവസ്ഥ, ദാരിദ്ര്യം അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വിഭാഗമാണ് മുസ്ലിങ്ങൾ. ഇനി രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനങ്ങളിലും മറ്റൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. അവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ 1-2 സീറ്റോ ബ്രിട്ടീഷുകാർ റിസർവേഷൻ കൊടുക്കും. ആ റിസർവേഷൻ കൊടുക്കുന്ന സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ ഇന്ത്യയിൽ അധികാര പങ്കാളിത്തത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവും ബ്രിട്ടീഷുകാർ നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത്. ഇനി ആ സമയത്ത് തന്നെയാണ് ഈ അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മധ്യ കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതുന്നത്. ആര്? വി ഡി സവർക്കറുടെ പുസ്തകത്തിന്റെ പേര് ഹിന്ദുത്വ എന്നുള്ള പുസ്തകത്തിൽ ഇന്ത്യയെ ഹൈന്ദവ രാജ്യമാക്കി മാറ്റണം എന്നുള്ള ഒരു ആശയം വി ഡി സവർക്കർ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് മുഹമ്മദ് അലി ജിന്ന ഈ പുസ്തകത്തിനെതിരെ നേർവിപരീതമായിട്ടുള്ള ആശയങ്ങളുമായിട്ട് വരുന്നത്. ഇന്ത്യയെ ഹൈന്ദവ രാജ്യമാക്കി മാറ്റണമെങ്കിൽ ഇവിടെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രത്യേക രാജ്യം അനുവദിക്കണം. ആ ഒരു രീതിയിൽ പുതിയ ആശയം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് മുഹമ്മദ് അലി ജിന്ന. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയത്തെയാണ് നമ്മൾ ടു നാഷൻ തിയറി എന്ന് പറയുന്നത്. ഇനി അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിത കാലഘട്ടത്തെ കുറിച്ചാണ്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞു 1876 ജനിച്ചു എന്ന് പറഞ്ഞു. കറാച്ചിയിൽ ഒരു സമ്പന്നനായ വ്യവസായിയുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി അദ്ദേഹം നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോകുന്ന വെച്ചാൽ 18-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ നിയമം പഠിച്ച് പിന്നീട് തിരിച്ചു വരുന്നത്. നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയി. അങ്ങനെ 18-ാം വയസ്സിൽ അവിടെ പോയി. 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. അങ്ങനെ ആദ്യം കറാച്ചിയിലായിരുന്നു അദ്ദേഹം പ്രവർത്തനം നടത്തിയിരുന്നത്, സ്വന്തം ഗ്രാമത്തിൽ തന്നെ. പിന്നീട് അദ്ദേഹം അന്ന് ഇന്ത്യ വിഭജിച്ചിട്ടില്ല. കറാച്ചി എന്ന് പറയുന്നത് പാകിസ്ഥാനുള്ള സ്ഥലമാണ്.
അപ്പൊ അന്ന് പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അഥവാ കറാച്ചിയിൽ നിന്ന് അദ്ദേഹം ബോംബെയിൽ വന്നു. അങ്ങനെ ബോംബെയിലായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കോടതി സംവിധാനങ്ങളൊക്കെ നിലനിന്നിരുന്നത്. അങ്ങനെ ബോംബെയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച വക്കീൽ അല്ലെങ്കിൽ നിയമജ്ഞൻ അഥവാ നിയമങ്ങളിൽ അറിവുള്ള വ്യക്തിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പ്രശസ്തി നേടി. അന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ വാദിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. ഇനി ജിന്നയുടെ രാഷ്ട്രീയ പ്രവേശനം, അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? അദ്ദേഹം 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. അഥവാ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ പൂർത്തീകരിച്ച് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിൽ വന്ന് ആദ്യത്തെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അഥവാ ഗാന്ധിയോ നെഹ്റു ഒക്കെ പ്രവർത്തിച്ച കോൺഗ്രസിൽ അദ്ദേഹം ജോയിൻ ചെയ്തു. അങ്ങനെ 1906 ദാദാഭായ് നവറോജിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? ദാദാഭായ് നവറോജി കേട്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്ന ആള്. എങ്ങനെ? ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്ന ആളാണ്. ഡ്രെയിൻ തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാണ്ടായിരുന്നു ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ, ഡ്രെയിൻ തിയറി കൊണ്ടുവന്ന ആൾ 10ാം ക്ലാസ്സിലല്ല, +1 +2 പഠിക്കാണ്ടായിരുന്നു. ചോർച്ചാ സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അഥവാ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന തിയറിയാണ് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി. അപ്പോൾ ഈ 1906 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ദാദാഭായ് നവറോജി, അന്നത്തെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകനായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ഇനി ആ കാലഘട്ടത്തിൽ ഈ 1906 ആ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പല സമരങ്ങളും വരുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഐക്യം നിലനിർത്താൻ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ആശയം തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, പരസ്പരം രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് രണ്ട് വിഭാഗത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാക്കി അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും ഭരണം നടത്തുക എന്നുള്ള ഒരു ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്, ബ്രിട്ടീഷുകാർ. ആ സമയത്ത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. ആ സമയത്താണ് അന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ മുഹമ്മദ് അലി ജിന്നയെ മഹാനായ രാഷ്ട്രീയ ഋഷി എന്ന് വിശേഷിപ്പിക്കുന്നത്. രാഷ്ട്രീയ ഋഷി എന്ന് വെച്ചാൽ എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു. അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ലോകമാന്യ തിലക് എന്ത് ചെയ്യുന്നത്, അറസ്റ്റിലാക്കുന്നത്. അങ്ങനെ തിലകിന് വേണ്ടി കേസ് വാദിച്ചു മുഹമ്മദ് അലി ജിന്ന. അങ്ങനെ അപ്പൊ തിലകിന് വേണ്ടി കേസ് വാദിച്ചു, വിജയിച്ചു. 1910 1916 ബോംബെയിലെ മുസ്ലിം വോട്ടർമാരാൽ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അന്ന് ഇന്ത്യയിൽ ഈ ഒരു ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിന് മറ്റൊക്കെ ഒരു സംവിധാനം രൂപീകരിക്കുന്നുണ്ട്. അതാണ് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അങ്ങനെ 1916 1910 അദ്ദേഹം ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ മെമ്പർമാരായി മാറി എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ ആ കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു. ഇനി അദ്ദേഹം ഹിന്ദു മുസ്ലിം യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ആശയങ്ങളാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിന്ദു മുസ്ലിം യൂണിറ്റി നിലനിർത്താൻ പറ്റും എന്നുള്ള ഒരു ആശയത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം. അഥവാ രണ്ടു സമുദായവും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒത്തുചേരണം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രണ്ട് സമുദായവും, ഹിന്ദു മതവിശ്വാസികളും അതോടൊപ്പം തന്നെ ഇസ്ലാം മതവിശ്വാസികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ബ്രിട്ടീഷ് ഭരണത്തെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാനം. അതാണ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയെ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അഥവാ 1920-കൾക്കൊക്കെ മുമ്പ് അദ്ദേഹം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലീഡറായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി നിലകൊണ്ടു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ അംബാസഡർ എന്ന് വെച്ചാൽ അതിനുവേണ്ടി നിലകൊണ്ട ആൾ എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടത്തിൽ മതവിശ്വാസത്തെ രാഷ്ട്രീയത്തിൽ കൂടിക്കലർത്തുന്നതിനെ അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല. മതവിശ്വാസം വേറെ, രാഷ്ട്രീയം വേറെ. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ബ്രിട്ടീഷുകാരെ എതിർക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിലനിൽക്കണം. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, നോക്കേണ്ടതില്ല. ആ രീതിയിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം.
ആദ്യ കാലഘട്ടത്തിൽ കേട്ടോ, ഫസ്റ്റ് ടൈമിൽ. അതാണ് ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1920-കൾക്ക് മുൻപ് അദ്ദേഹം മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നിലകൊണ്ടു. അദ്ദേഹം ആ രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. ആ രീതിയിൽ അദ്ദേഹം ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ അംബാസഡറായി മാറി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 1920-കൾക്ക് ശേഷമുള്ള കാലഘട്ടമാണ്. ഈ 20-കൾക്ക് ശേഷമുള്ള കാലഘട്ടം അഥവാ 1920 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നുണ്ട് മഹാത്മാഗാന്ധി. ആ നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ ഹിന്ദു മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും അഥവാ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഇന്ത്യയിൽ പോരാട്ടത്തിന് ഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ ഗാന്ധിയുടെ ആ ഒരു തീരുമാനത്തെ മുഹമ്മദ് അലി ജിന്ന ശക്തമായിട്ട് വിമർശിച്ചു. അപ്പം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ പുറത്താക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഹിന്ദുക്കളും മതപരമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, അവർ ഐക്യപ്പെടേണ്ടതില്ല. രണ്ട് മത രീതിയിൽ തന്നെ എന്ത് ചെയ്യട്ടെ, ജീവിക്കട്ടെ. മതപരമായിട്ട് രണ്ട് വിശ്വാസികളെയും ഒരുമിച്ച് കൂട്ടി ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഈ ഖിലാഫത്ത് മൂവ്മെന്റും നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ആ ഒരു ഗാന്ധിയുടെ ആശയത്തെ മുഹമ്മദ് അലി ജിന്ന വിയോജിച്ചു. അങ്ങനെ മതപരമായ ആശയങ്ങളെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് കോൺഗ്രസ് വലിയ പ്രാധാന്യം നൽകിയില്ല. കോൺഗ്രസ് പ്രാധാന്യം നൽകാത്തത് കൊണ്ട് തന്നെ 1920 അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ടു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. 1906 അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. 1920 വരെ വലിയ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. 1920 ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനത്തെയും ഖിലാഫത്ത് മൂവ്മെന്റിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനും അതോടൊപ്പം ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം എല്ലാ വിഭാഗത്തെയും മതപരമായിട്ട് തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടു. അതാണ് രണ്ടാമത്തെ കാലഘട്ടം, ഹിന്ദു മുസ്ലിം യൂണിറ്റിയെ കുറിച്ചുള്ള ഭാഗം. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൂവ്മെന്റാണ്. ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? ഖിലാഫത്ത് ഈ ഭരണാധികാരി അതല്ലേ 1921 നടന്ന ഓട്ടോവൻ സാമ്രാജ്യത്തിന്റെ എന്തൊക്കെയല്ലേ? അതെ. അതായത് 1920 എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്. 1916 മുതൽ 18 വരെ രണ്ടാം ലോക മഹായുദ്ധം. ഈ കാലഘട്ടത്തിൽ തുർക്കിയിൽ ഒട്ടോമൻ തുർക്കികളാണ് ഭരണം നടത്തിയിരുന്നത്. തുർക്കിയിൽ അന്ന് ഇസ്ലാമിക ഭരണത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് തുർക്കിയായിരുന്നു. അപ്പോൾ ഈ തുർക്കിയിൽ അവിടെ ഭരണം നടത്തിയിരുന്ന ആളുകളെ ഖലീഫമാർ എന്നാണ് വിളിച്ചിരുന്നത്, ഖലീഫമാർ. അങ്ങനെ തുർക്കിയിലെ ഭരണാധികാരികളെ ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അങ്ങനെ അവിടുത്തെ മുസ്ലിം ഭരണം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. അങ്ങനെ തുർക്കിയിൽ ബ്രിട്ടീഷ് അധിനിവേശം തുടങ്ങിയപ്പോൾ അന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നത് തുർക്കിയിലുള്ള ഈ അവിടുത്തെ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ തുർക്കിയിലെ ഭരണാധികാരിയുടെ എന്നല്ല, അവിടുത്തെ തുർക്കിയിലായിരുന്നു അന്ന് മതപരമായിട്ടുള്ള ആശയങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തുന്നുണ്ട്, അതേ ബ്രിട്ടീഷുകാർ തുർക്കിയിൽ എന്ത് ചെയ്തു, ആരെ തോൽപ്പിച്ചു, തുർക്കിയിലെ ഭരണാധികാരികളെ തോൽപ്പിച്ചു. അപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ തുർക്കിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പൊ ഗാന്ധി മനസ്സിലാക്കിയത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സമരം നടത്താൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ. അങ്ങനെ ഗാന്ധി ഖിലാഫത്ത് മൂവ്മെന്റ് അഥവാ ഇന്ത്യയിൽ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഇങ്ങനെ രണ്ടുപേര് ഖിലാഫത്ത് മൂവ്മെന്റ് എന്നുള്ള പേരിൽ ഒരു പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൂടി എന്ത് ചെയ്യുക, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഗാന്ധി മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്തു, ഖിലാഫത്ത് മൂവ്മെന്റും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവും ഒത്തൊരുമിച്ച്, സ്വാതന്ത്ര്യ സമരം എന്നല്ല നിസ്സഹകരണ സമരം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അതിന് ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടു. ആ സമയത്ത് മതപരമായിട്ടുള്ള ആശയങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്തത്, മഹാത്മാഗാന്ധിയെ വിമർശിക്കുന്നത്. അങ്ങനെ മതപരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും, ഒരിക്കലും മതവിശ്വാസവും രാഷ്ട്രീയവും മിക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഗാന്ധിയും അന്നത്തെ നേതാക്കന്മാരൊന്നും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആശയത്തെ എന്ത് ചെയ്തില്ല, വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല. അങ്ങനെ അദ്ദേഹം 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയാണ്. അപ്പൊ നമ്മൾ രണ്ട് കാലഘട്ടം പറഞ്ഞു. ഒന്നാമത്തത് 1920 മുൻപുള്ള കാലഘട്ടം, രണ്ടാമത്തത് 1920 ശേഷമുള്ള കാലഘട്ടം. ഇനി മൂന്നാമത്തെ കാലഘട്ടം
ഹിന്ദു മുസ്ലിം യൂണിറ്റിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 1940 ശേഷമുള്ള കാലഘട്ടമാണ്. 1940 ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം 1920 കോൺഗ്രസ് വിട്ടെന്ന് പറഞ്ഞു. 1923 സവർക്കറുടെ പുസ്തകം എഴുതുന്നത് ഹിന്ദുത്വ എന്നുള്ള. 1924 ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ഹിന്ദുത്വ. ദെൻ 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപീകരിച്ചു. അതോടൊപ്പം ഹിന്ദു മഹാസഭയും രൂപീകരിക്കപ്പെട്ടു. അപ്പൊ ഹിന്ദു മഹാസഭയും രാഷ്ട്രീയ സ്വയം സേവക് സംഘവും ഒക്കെ ഇന്ത്യയെ ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റണം, ഹൈന്ദവ സംസ്കാരം അഥവാ കൾച്ചറൽ നാഷണാലിസം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ കൾച്ചറൽ നാഷണാലിസം മുന്നോട്ട് വെച്ച അവസരത്തിൽ അദ്ദേഹം 1940 ആയപ്പോഴേക്കും അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഒരു കോമൺ നാഷണാലിറ്റി അഥവാ ഹിന്ദുവും മുസ്ലിമും ബുദ്ധനും ക്രിസ്ത്യനും പാഴ്സിയൊക്കെ ഒറ്റ ഭൂമിയിൽ ഇതുപോലെ ജീവിക്കുന്നത് ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിനിടയിൽ ന്യൂനപക്ഷം സുരക്ഷിതരല്ല. ഭൂരിപക്ഷം വാദിക്കുന്നത് അവരുടെ മതവിശ്വാസത്തിന്റെ രാജ്യം രൂപീകരിക്കണം എന്നുള്ളതാണ്. അവിടെ നേരത്തെ സവർക്കറുടെ പുസ്തകത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങൾ ഉണ്ടാകും, എന്തെല്ലാം അവകാശങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ആശയങ്ങളെ വെച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അഥവാ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ക്രൈസ്തവരും അങ്ങനെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്തല്ല, ഇന്ത്യയിൽ സുരക്ഷിതരല്ല. അതായത് സമൂഹഘടനയിൽ സുരക്ഷിതരായി ജീവിക്കാൻ, എല്ലാ അവകാശങ്ങളോടും കൂടി പൂർണ്ണ പൗരന്മാരായിട്ട് ജീവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്ന 1940 ശേഷം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ടു നേഷൻ തിയറി അഥവാ ദ്വിരാഷ്ട്ര സിദ്ധാന്തം. 2 രാജ്യങ്ങൾ രൂപീകരിക്കണം. 2 രാജ്യങ്ങൾ രൂപീകരിക്കണം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് നേഷൻ ഫോർ മുസ്ലിംസ്, മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രത്യേക രാജ്യം രൂപീകരിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് യഥാർത്ഥ പൗരന്മാരായിട്ട് ജീവിക്കുക ഇന്ത്യയിൽ സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം രാഷ്ട്രം രൂപീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതോടൊപ്പം പ്രത്യേക സ്വതന്ത്ര രാജ്യം അംഗീകരിക്കണം എന്നുള്ളതായിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ 2ആയിട്ട് വിഭജിച്ചു. ഈ 2ആയിട്ട് വിഭജിക്കുന്ന ആശയം ടു നേഷൻ തിയറി മുന്നോട്ട് വെച്ചത് ഈ ഒരു മുഹമ്മദ് അലി ജിന്നയാണ്. യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹത്തിന്റെ ആശയമല്ല. ഈ ഒരു ആശയം ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തി ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കെ മുന്നോട്ട് വെച്ച ഒരു പേരാണ് ഈ പാകിസ്ഥാൻ എന്നുള്ളതും 2 രാജ്യങ്ങൾ ആയാലുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ. ആ ആശയം ഇദ്ദേഹം കടമെടുക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ആശയമായിട്ട് ഇത് എന്ത് ചെയ്തു? അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് അലി ജിന്നയും കൂട്ടരും മുന്നോട്ട് വെച്ചിട്ടുള്ള ടു നേഷൻ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി പോസിബിൾ അല്ല, ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, പ്രത്യേക രാജ്യം അനുവദിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് യഥാർത്ഥ ദേശീയത ആസ്വദിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ യഥാർത്ഥ പൗരന്മാരായിട്ട് ജീവിക്കാൻ കഴിയുമെന്നോ വിഭജനം നടക്കാത്ത ഇന്ത്യയിൽ അഥവാ 2 രാജ്യങ്ങളായിട്ട് രൂപീകരിക്കാത്ത ഇന്ത്യയിൽ ക്രൈസ്തവരും ഇസ്ലാമിക വിശ്വാസികളും 1ാം കിട പൗരന്മാരല്ല 2ാം കിട പൗരന്മാരായിട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ളതും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. അതാണ് 3 കാലഘട്ടം. ഈ 3 കാലഘട്ടത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഹിന്ദു മുസ്ലിം യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പ്രത്യേകിച്ചൊരു സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. നേരെ അന്ന് സവർക്കർ എന്താണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ നേർ വിപരീത ആശയങ്ങളാണ്. അഥവാ സവർക്കർ ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഹിന്ദു രാജ്യമാക്കി കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു വിഭാഗം ഭൂരിപക്ഷവും ഒരു വിഭാഗം ന്യൂനപക്ഷവുമാണ്. ന്യൂനപക്ഷം ഒരിക്കലും ഭൂരിപക്ഷത്തിന് കീഴിൽ സുരക്ഷിതരല്ല. കാരണം ന്യൂനപക്ഷത്തിന് പൗരത്വം അല്ലെങ്കിൽ യഥാർത്ഥ പൗരന്മാരായിട്ട് ജീവിക്കുക സാധ്യമല്ല. ഹിന്ദു വിശ്വാസത്തിന് കീഴിൽ അവർക്ക് കീഴിൽ ജീവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് സവർക്കർ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ആയത് കാരണത്താൽ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് യഥാർത്ഥ പൗരന്മാരായിട്ട് യഥാർത്ഥ ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇന്ത്യയെ വിഭജിക്കണം എന്നുള്ളതായിരുന്നു ആരുടെ ആശയം? മുഹമ്മദ് അലി ജിന്നയുടെ ആശയം. അദ്ദേഹം ആദ്യം ഗാന്ധിയെ വരെ എതിർത്തിട്ടുള്ള ആളാണ് മതവിശ്വാസത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ.
അദ്ദേഹത്തിന്റെ 3 ഫേസ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഫേസും, സെക്കൻഡ് ഫേസും, തേർഡ് ഫേസും. ഇതുവരെ പറഞ്ഞതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? സാർ ഇതെങ്ങനെ ചോദ്യം വരിക? ചോദ്യം ഹിന്ദു മുസ്ലിം യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ മുഹമ്മദ് അലി ജിന്നയുടേത് 2 ചോദ്യമാണ് വരാൻ സാധ്യത. ഒന്നാമത്തെ ചോദ്യം ഹിന്ദു മുസ്ലിം യൂണിറ്റി, രണ്ടാമത്തെ ചോദ്യം മുഹമ്മദ് അലി ജിന്ന വ്യൂസ് ഓൺ 2 നേഷൻ തിയറി. 2 നേഷൻ തിയറി എന്നുള്ളതിന്റെ മലയാളമാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ രൂപീകരിക്കണം എന്ന സിദ്ധാന്തം. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇനി അടുത്തത് ആ 2 നേഷൻ തിയറി എന്നുള്ളത് എന്താണെന്നുള്ളതാണ്. 2 നേഷൻ തിയറി അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതെന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. 2 നേഷൻ തിയറിയിൽ അദ്ദേഹം മുന്നോട്ട് മുഹമ്മദ് അലി ജിന്നയാണ് 2 നേഷൻ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ആശയം ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അഥവാ ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് പ്രത്യേക സുരക്ഷിതരല്ലാത്തത് കാരണത്താൽ എന്ത് ചെയ്യണം, പ്രത്യേക രാജ്യം, അവർക്ക് പരമാധികാര രാജ്യമായിട്ട് പാകിസ്ഥാൻ അനുവദിക്കണം. അഥവാ മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതരല്ല, ആയതിനാൽ എന്ത് തരണം, പരമാധികാര രാജ്യമായിട്ട് പാകിസ്ഥാൻ എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് അദ്ദേഹം 2 നേഷൻ തിയറിയിലൂടെ ചെയ്യുന്നത്. അപ്പൊ എ സെപ്പറേറ്റ് നേഷൻ ഫോർ മുസ്ലിംസ്, അതാണ് 2 നേഷൻ തിയറിയുടെ അടിസ്ഥാനം. സെപ്പറേറ്റ് നേഷൻ ഫോർ മുസ്ലിംസ്, അഥവാ ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കണം. ആ വിഭജിക്കുന്ന അവസരത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം കൊടുക്കണം. ആ രാജ്യത്തിന് അദ്ദേഹം പേരിട്ടു പാകിസ്ഥാൻ. ഓക്കെ, ഇനി അദ്ദേഹം എന്താ പറയാ, ഈ ഒരു പാകിസ്ഥാൻ എന്നുള്ള ആശയം അദ്ദേഹം ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് 1940 മാർച്ചിലാണ്. 1940 മാർച്ചിൽ അദ്ദേഹം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് സവർക്കറുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്ത സമൂഹങ്ങളാണ്, വ്യത്യസ്ത സംസ്കാരമാണ്, വ്യത്യസ്ത ജീവിത രീതിയാണ്, വ്യത്യസ്ത ആഘോഷങ്ങളാണ്. ഒരു കാര്യത്തിലും ഹിന്ദുവും മുസ്ലിമിനും ഇടയിൽ എന്തില്ല, ഐക്യം വരിക സാധ്യമല്ല. അല്ലെങ്കിൽ എല്ലാം രണ്ട് കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 വിഭാഗത്തിനും ഒരേപോലെ മുന്നോട്ട് പോകുക സാധ്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഒരു വിഭാഗം ഭൂരിപക്ഷമാണ്, ഒരു വിഭാഗം ന്യൂനപക്ഷമാണ്. അപ്പൊ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ആകുന്ന അവസരത്തിൽ ഇന്ത്യയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. ആ ഒരു രീതിയിൽ ഹിന്ദു മുസ്ലിം, ഗാന്ധിയൊക്കെ മുന്നോട്ട് വെക്കുന്ന ഹിന്ദു മുസ്ലിം യൂണിറ്റി, അല്ലെങ്കിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്ന ഇന്ത്യ എന്നുള്ളതൊക്കെ ഒരു സ്വപ്നം, അഥവാ ഒരിക്കലും നടക്കാത്ത സ്വപ്നം പോലെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആചാരങ്ങളിൽ വ്യത്യാസമുണ്ട്, സാമൂഹിക ഘടനയിൽ വ്യത്യാസമുണ്ട്, സാഹിത്യ ഘടനയിൽ വ്യത്യാസമുണ്ട്, 2 വിഭാഗവും ഫോളോ ചെയ്യുന്ന വിശ്വാസ രീതികളിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ എല്ലാത്തിലും വ്യത്യാസമുള്ള 2 വിഭാഗമാണ്. അവരെ അങ്ങനെ നിർബന്ധിപ്പിച്ച് എല്ലാ കാലത്തേക്കും ഒരൊറ്റ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുക സാധ്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷൻ, രാഷ്ട്രീയ പരിഹാരം എന്നുള്ള രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ആശയം. നിലവിൽ ഇന്ത്യ വലിയ രാജ്യമാണ്. ഇന്ത്യയെ വിഭജിക്കുക എന്നതോടൊപ്പം ഒരു പ്രത്യേക ഭാഗം പാകിസ്ഥാൻ എന്നുള്ള പേരിൽ മുസ്ലിങ്ങൾക്ക് അനുവദിക്കുക. അങ്ങനെ ഇന്ത്യയെ ഹിന്ദുസ്ഥാൻ എന്നും പാകിസ്ഥാൻ എന്നും 2ആയിട്ട് വിഭജിക്കണം എന്നാണ് അദ്ദേഹം അതിനുവേണ്ടി മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ സൊല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി അങ്ങനെ പൊളിറ്റിക്കൽ സൊല്യൂഷൻ അഥവാ ഈ ഒരു രാഷ്ട്രീയ പരിഹാരമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും രൂപീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതുകൊണ്ടുണ്ടാകുന്ന മെച്ചത്തെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുന്നത്, 2 വിഭാഗങ്ങളും സെപ്പറേറ്റ് രാജ്യമാകുന്നതോട് കൂടിയിട്ട് ഒരു വിഭാഗം ഭൂരിപക്ഷമെന്നും ഒരു വിഭാഗം ന്യൂനപക്ഷമെന്നുമുള്ള ആ ഒരു പ്രശ്നം ഇല്ലാതാകും. അങ്ങനെ ആ പ്രശ്നം ഇല്ലാതാകുന്നതോട് കൂടിയിട്ട് 2 രാജ്യത്തെയും ഏകദേശം പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, അവസാനിക്കും. ആ രീതിയിലാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള ഒരു ആശയമായിരുന്നു അത്. കാരണം ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യക്കും പാകിസ്ഥാനൊക്കെ സ്വാതന്ത്ര്യം കിട്ടി 1947. സ്വാതന്ത്ര്യം കിട്ടിയ ദിനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമത്തിലൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രാജ്യമാണ് ഇന്ത്യ. ഏകദേശം 40 ലക്ഷത്തോളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് ഇന്ത്യയിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. കാരണം ഇന്ത്യയിലുണ്ടായ വർഗീയ സംഘർഷങ്ങൾ കാരണത്താൽ. അപ്പോൾ
യഥാർത്ഥത്തിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു ടു നാഷൻ തിയറി എന്നുള്ള ഈ ഒരു പാകിസ്ഥാൻ എന്നുള്ള ഇന്ത്യ എന്നുള്ള വിഭജനം. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലുള്ള വി.ഡി. സവർക്കറെയോ അല്ലെങ്കിൽ മുഹമ്മദ് അലി ജിന്നയോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഇതിനെ കുറ്റപ്പെടുത്തേണ്ടത് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത് ബ്രിട്ടീഷുകാരെ തന്നെയാണ്. അവരുടെ ഒരു പോളിസി ആയിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളത്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ആ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിലൂടെയാണ് ഇന്ത്യയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. അവരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ കാരണത്താലല്ലേ ഇന്ത്യയിൽ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിക്കുന്നത് മോഹൻ ബഗാനാണ്. മോഹൻ ബഗാൻ കൊൽക്കത്ത അടിസ്ഥാനമാക്കിയിട്ട് മോഹൻ ബഗാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ക്ലബ്ബ് കൊണ്ടുവന്നു. ആരുടെ കാലഘട്ടത്തിൽ? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഫുട്ബോൾ ക്ലബിന്റെ പേര് മുഹമ്മദൻസ് എന്നാണ്, മുഹമ്മദൻസ്. എന്നിട്ട് ഈ ശനിയും ഞായറും ഒക്കെ ഈ ക്ലബ്ബുകൾ തമ്മിലുള്ള കളി ഉണ്ടാകും, ഫുട്ബോൾ മാച്ച് ഉണ്ടാക്കും. അപ്പൊ ബ്രിട്ടീഷുകാർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, മോഹൻ ബഗാനിൽ ഹിന്ദുക്കളായിട്ടുള്ള കളിക്കാർക്ക് മാത്രമേ പ്രവേശനം കൊടുക്കുള്ളൂ, മുഹമ്മദൻസിൽ മുസ്ലിങ്ങളായിട്ടുള്ള കളിക്കാർക്ക് മാത്രമേ പ്രവേശനം കൊടുക്കുള്ളൂ. എന്നിട്ട് ഇവർ തമ്മിൽ ഫുട്ബോൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ടീം ജയിച്ചാൽ ആ നാട്ടിൽ അന്ന് കലാപമായിരിക്കും. കാരണം ഒരു വിഭാഗം മുസ്ലിങ്ങളുമാണ്, ഒരു വിഭാഗം ഹിന്ദുക്കളുമാണ്. അങ്ങനെ കലാപങ്ങൾ സൃഷ്ടിക്കാൻ, ഇന്ത്യയിൽ വിഭജനം സൃഷ്ടിക്കാനാണ് എല്ലാ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വേറെയും ഒരു കാര്യം നോക്കുക. ബ്രിട്ടീഷുകാർ ഭരിച്ച മിക്ക പ്രദേശങ്ങളും അവർ പോയപ്പം വിഭജിച്ചിട്ടാണ് പോയത്. ഉത്തര കൊറിയ, സൗത്ത് കൊറിയ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ഉത്തര കൊറിയയും സൗത്ത് കൊറിയയും മുമ്പ് ഒരു രാജ്യമായിരുന്നു, ഇന്ന് വലിയ ശത്രുക്കളാണ്. അവരെ വിഭജിച്ചതാണ് ബ്രിട്ടീഷുകാർ. ഇന്ന് കാണുന്ന ഫലസ്തീൻ, ഇസ്രായേൽ മുൻപ് ഒരു രാജ്യമായിരുന്നു. ഈ ബ്രിട്ടീഷുകാരാണ് ഈ ഫലസ്തീൻ, ഇസ്രായേൽ എന്ന് പറഞ്ഞുള്ള വിഭജനം ഉണ്ടാക്കിയത്. അപ്പം ഇതേപോലെ ആഫ്രിക്കയിലെ രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇതുപോലെ വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നു ഈ വിഭജനം. അതിനു വേണ്ടിയിട്ട് അവര് ഇന്ത്യയിലുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിച്ചു എന്നതാണ്, അല്ലെ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിഭജിച്ചപ്പോൾ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിങ്ങൾ 3rd സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആ ആക്ടിൽ പറയുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ ആക്ടിൽ പറയുന്നത് ഓരോ നാട്ടുരാജ്യത്തിനും വേണമെങ്കിൽ ഇന്ത്യയോടൊപ്പം ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം ചേരാം, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തീരുമാനിക്കാം. ആ രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഇതിന് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ 2 രാജ്യമായിട്ട് വിഭജിച്ചത്. ഒരു രാജ്യത്തിന് വേണ്ടി ആവശ്യം ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഹമ്മദ് അലി ജിന്ന, പാകിസ്ഥാന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആശയം ഹിന്ദുത്വം എന്നുള്ള ആശയമാണ്. അത് സവർക്കറുടെ ആശയം, ഇന്ത്യയെ ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രമാക്കണം എന്നുള്ളതുമായിരുന്നു ആശയം. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ സംശയമുണ്ടോ? 10 മണിയായി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് രവീന്ദ്രനാഥ് ടാഗോറിനെയാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അപ്പൊ എന്തായിരിക്കും? ഈ രണ്ടും കേട്ടിട്ട് നിങ്ങൾക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അതേതരത്വമായിരിക്കും, രണ്ടും കൂടെ ഒന്നിച്ചുള്ള. അതേതരത്വമല്ല, വേറൊരു ആശയം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു രാജ്യം ഹിന്ദു രാജ്യം, ഒരു രാജ്യം ഇസ്ലാമിക രാജ്യം, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ലോകത്ത് ഈ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടെറിട്ടറിയുടെ അടിസ്ഥാനത്തിൽ ദേശീയത എന്ന ആശയം തന്നെ വേണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. നമ്മളെ ഇന്ത്യൻ്റെ ദേശീയ ഗാനമൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ദേശീയ ഗാനം നമ്മൾ ചൊല്ലുന്നത്. പക്ഷേ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ജനഗണ മനാധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അദ്ദേഹം പറയുന്നത് പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, അങ്ങനെ ഇന്ത്യയുടെ ഭാഗങ്ങളെ കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പറയുന്നത് ദേശീയത എന്നുള്ള ആശയത്തെ തന്നെ അദ്ദേഹം വിമർശിക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ട് ലോകത്തുള്ള എല്ലാവരെയും ഒരുമിച്ച് കണ്ടുകൂടാ? ഇന്ത്യയൊന്നും പാകിസ്ഥാനൊന്നും ബംഗ്ലാദേശ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ അങ്ങനെ വിഭജിക്കേണ്ട ആവശ്യം എന്താണ്? എല്ലാ ലോകത്തുള്ളവരും സഹോദരന്മാരാണ് എന്നൊരാശയം മുന്നോട്ട് വെക്കുന്ന വ്യക്തിയാണ്. അഥവാ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള, വംശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, ഭാഷയുടെ എല്ലാത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയതയെ വിമർശിക്കുന്ന വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. അങ്ങനെ ടാഗോറിന്റെ ആശയമാണ്, അഥവാ മുഹമ്മദ് അലി ജിന്നയെയും അതോടൊപ്പം തന്നെ സവർക്കറെയും എതിർക്കുന്ന ആശയവുമായി വന്ന ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ.
വേറെ ചോദ്യങ്ങൾ വരില്ല. ക്ലിയർ ആണോ? ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? സർ ആ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ പറയോ? ഓക്കെ. നമ്മൾ ഇതിലില്ലേ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് വി ഡി സവർക്കറെ കുറിച്ചാണ്. വി ഡി സവർക്കറെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം ഹിന്ദുത്വ എന്നുള്ളതാണ്. ചോദ്യം ഹിന്ദുത്വ. അപ്പോൾ ഹിന്ദുത്വം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള തിയറി കൂടിയാണ്. ദെൻ രണ്ടാമത്തെ ചോദ്യം വി ഡി സവർക്കറുടേത് കൾച്ചറൽ നാഷണാലിസം. കൾച്ചറൽ നാഷണാലിസം. കൾച്ചറൽ നാഷണാലിസത്തിന്റെ കൂടല്ലേ ബ്രാക്കറ്റിൽ ഹിന്ദു നാഷണാലിസം. ഹിന്ദു നാഷണാലിസം അങ്ങനെയും ചോദ്യം വരാം. ഈ കൾച്ചറൽ നാഷണാലിസം തന്നെയാണ് ഉത്തരം, രണ്ടും സെയിം ആണ്. ഹിന്ദു നാഷണാലിസം. ഓക്കെ. ഇനി അടുത്ത ചോദ്യം വരാൻ സാധ്യതയുള്ളത് മുഹമ്മദ് അലി ജിന്നയുടേതാണ്. മുഹമ്മദ് അലി ജിന്നയുടെ ചോദ്യം ഒന്ന്, മുഹമ്മദ് അലി ജിന്ന വ്യൂസ് ഓൺ ഹിന്ദു മുസ്ലിം യൂണിറ്റി. വ്യൂസ് ഓൺ ഹിന്ദു മുസ്ലിം യൂണിറ്റി. അതിൽ 3 ഫേസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഫേസ് 1920 വരെയുള്ള കാലഘട്ടം. ദെൻ രണ്ടാമത്തെ ഫേസ് 1920 ശേഷമുള്ള കാലഘട്ടം. മൂന്നാമത്തെ ഫേസ് 1940 ശേഷമുള്ള കാലഘട്ടം. അങ്ങനെ 3 ഫേസ് ഉണ്ട്. അതിലാണ് അദ്ദേഹം ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നുള്ള ഒരാശയം പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദ് അലി ജിന്ന വ്യൂസ് ഓൺ 2 നേഷൻ തിയറി. 2 നേഷൻ തിയറി. അപ്പോൾ ഇവര് അഥവാ മുഹമ്മദ് അലി ജിന്നയെ കുറിച്ചും സവർക്കറെ കുറിച്ചും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത്. ഇനി നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെതുണ്ട്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെത് ചോദിക്കാറുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ ആസ് എ ക്രിട്ടിസൈസർ ഓഫ് നാഷണാലിസം, അല്ലെങ്കിൽ നാഷണാലിസം എന്നുള്ള ആശയത്തിൻ്റെ വിമർശകൻ ആയിട്ടുള്ള രീതിയിൽ രവീന്ദ്രനാഥ് ടാഗോറിനെ എങ്ങനെ കണക്കാക്കാം, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെത് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.